അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ആരു നീ ദേവതേ. എന്തൊരു പാട്ടല്ലേ. അപ്പോൾ രാജീവ് കുമാറിനെ പരിചയപ്പെടാൻ ഉള്ളൊരവസരമാണ് സത്യത്തിൽ എന്നെ ഡയറക്ടറാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നോട്ടഡ് ആളാവാൻ എന്നെ സഹായിച്ചത് എൻ്റെ സംഗീതമാണ്. പിന്നെ അതുപോലെ ലാൽ സാറിൻ്റെ 25 വർഷം പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിന് ബാക്കിൽ റഹ്മാന് ദാസേട്ടൻ അവാർഡ് കൊടുത്ത സമയത്ത് AR റഹ്മാൻ്റെ ഷോ, അത് അദ്ദേഹത്തിൻ്റെ ഈ ഫാൽക്കെ അവാർഡ് കിട്ടുന്നു. അദ്ദേഹത്തിനെ ആദരിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത സാധനമാണ്. അതെ, നമുക്ക് ONV സാറിനെ കൊണ്ട് എഴുതിച്ചാലോ. ഞാൻ സത്യത്തിൽ ഒന്ന് ഞെട്ടി. ബാലു സാറിനെ വെച്ചിട്ടൊരു ഷോ ചെയ്യണമായിരുന്നു. ഞാൻ പെട്ടെന്ന് ബാലു സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇളയ നില ഒഴുകിറതേ இதயம் வரை நனைகிறதே உலா போகும் மேகம் கலக்கானுமே நிலக்கானுமே வானமே ഇളയ നില. പ്രശസ്ത മ്യൂസീഷ്യനും ഷോ ഡയറക്ടറുമായ ജി അശോക് കുമാറാണ് ഇന്ന് നമ്മളുടെ അതിഥി. അശോക് ചേട്ടന് ഈ ഷോയിലേക്ക് ഹാർദവമായി സ്വാഗതം. നമസ്കാരം. ചേട്ടാ, ഒരു വലിയ മ്യൂസീഷ്യനാണ്, അതിനോടൊപ്പം ഒരു ഷോ ഡയറക്ടറാണ്, ഒരു ഇവൻ്റ് കോർഡിനേറ്ററാണ്. ഈ മൂന്നും കൂടി ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതെങ്ങനെ അത് മാനേജ് ചെയ്യുന്നു? ഇതൊരു വലിയ കാലഘട്ടമുണ്ട്. ഇതിൽ നിന്നൊരു വലിയൊരു പരിണാമമുണ്ട്. ഞാനൊരു മ്യൂസീഷ്യനായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ കോർഡിനേറ്റർ ആവുക, ഡയറക്ഷൻ ഏരിയയിലോട്ടൊക്കെ വരുന്ന ഒരു വലിയൊരു കാലഘട്ടമുണ്ട്. ഒരു പീരീഡുണ്ട്. ശരിക്കും ഞാൻ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രൊഫഷണൽ മ്യൂസിക് ട്രൂപ്പുകളുമായിട്ടൊക്കെ സഹകരിച്ച് തുടങ്ങുന്നത്. അവിടെ നിന്ന് പിന്നെ എനിക്കൊരു അവസരം കിട്ടുന്നത് ട്രിവാൻഡ്രത്ത് വലിയൊരു ടാസ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു ട്രിവാൻഡ്രം പിന്നെ ആർട്സ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നത് തൊട്ടാണ് ശരിക്കും ഒരു പ്രൊഫഷണൽ ഇതായിട്ട് വേണമെങ്കിൽ അവിടെ തൊട്ട് വേണമെങ്കിൽ കാണാം, ഒരു പ്രൊഫഷനാക്കി മാറ്റുന്നത്. അന്ന് ഞാൻ പഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ഞാൻ സിതാര എന്ന് പറയുന്ന, അറിയാം അല്ലേ, എനിക്കറിയാം, സിതാര എന്ന് പറയുന്ന വളരെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിൽ പോകുന്നു. അവിടെ നിന്നാണ് ഈ മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള പരിചയം വരുന്നത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഞങ്ങളൊരു വലിയൊരു ഗ്രൂപ്പിന്, പല ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ സൗഹൃദ വലയത്തിൽ നിന്ന് പല ആളുകളോട് ചേർന്നിട്ട് ഗോൾഡൻ വേവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. വളരെ അതുണ്ടാക്കിയ ശേഷമാണ് ശരിക്കും ഈ വളരെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ സിംഗേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകുന്നത്. ആ യാത്രയ്ക്കിടയ്ക്ക് രാജീവ് കുമാർ എന്ന് പറഞ്ഞ വലിയൊരു ഡയറക്ടർ, രാജീവേട്ടനാണ് എൻ്റെ ഷോയിലിൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ആൾ, അദ്ദേഹമാണ്. അതിന് മുമ്പ് തന്നെ ഞാൻ ജോഷി സാറിൻ്റെ കൂടെയൊക്കെ, ഞാൻ ആദ്യമായിട്ട് വലിയൊരു മെഗാ ഷോയിൽ പങ്കെടുക്കുന്ന മമ്മൂട്ടിയുടെ ഒരു വലിയൊരു മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയൊരു ഷോ മമ്മൂക്ക. അന്ന് ഇത്തരം വലിയ ലൈറ്റിൻ്റെ ഒരു അത്യാവശ്യം ഫില്ല് മാത്രമാണ് ഉപയോഗിക്കുക. നമ്മൾ സ്റ്റേജിൽ നിന്നാൽ കാണണം, ആ രീതിയിലുള്ള ബാക്ക്ഡ്രോപ്പൊന്നും അത്ര വലിയ ബാക്ക്ഡ്രോപ്പോ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസരത്തിൽ അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ട്രിപ്പിന് പോകുന്നത്, ഇൻ്റർനാഷണൽ ടൂറിന് പോകുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും രാജീവ് കുമാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ രാജീവ് കുമാറിനെ പരിചയപ്പെടാൻ ഉള്ളൊരവസരമാണ് സത്യത്തിൽ ഈ കോർഡിനേഷനും ഡയറക്ഷനും എന്ന് പറയുന്നൊരു മേഖലയിലോട്ട് എന്നെ എത്തിച്ചത്. അദ്ദേഹമാണ് സത്യത്തിൽ എന്നെ ഡയറക്ടറാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഷോ ഡയറക്ഷനിലോട്ട് എത്തിച്ച അദ്ദേഹമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് ഞാനൊരു സംഗീതജ്ഞൻ എന്നുള്ളതാണ്. എന്നെ ഡയറക്ഷൻ മേഖലയിൽ ഇത്രയും സക്സസ് ആവാൻ, അല്ലെങ്കിൽ ഒരു നോട്ടഡ് ആളാവാൻ എന്നെ സഹായിച്ചത് എൻ്റെ സംഗീതമാണ്. രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ, ഡയറക്ഷൻ ഇത്തരം വലിയ സ്റ്റേജ് ഷോസിൽ ഇതെല്ലാം ഉണ്ടല്ലോ, സംഗീതമുണ്ട്, ഡാൻസ് ഉണ്ട്, അല്ലേ, എല്ലാം ഉണ്ടല്ലോ. പിന്നെ പ്ലസ് അതിൻ്റെ ടെക്നിക്കൽ സൈഡാണല്ലോ, ടെക്നിക്കൽ സൈഡും പിന്നെ ഷോയുടെ ഒരു ടെമ്പോ, എന്താണ് കോൺസെപ്റ്റ്, അതാണല്ലോ ഒരു ഡയറക്ടർ ഇതെന്ന് പറഞ്ഞാൽ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്ത് ഈ സാധനങ്ങളെല്ലാം കൂടെ എത്തിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് കോർഡിനേഷൻ. ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ ഒഴിപ്പിച്ച് ഒരു ഷോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും. കാരണം എല്ലാവരുടെയും ഡേറ്റ് കണക്ട് ചെയ്യണം. തീർച്ചയായിട്ടും. പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകളിലേക്ക് ആ ഷോയെ കൊണ്ടുവരണം. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സംഗീതജ്ഞൻ എന്നുള്ളതാണ് അത്തരം സംഭവങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റും. ഇപ്പോൾ ഷോ പലതരത്തിലുണ്ട്.
ഒരു ഡയറക്ടറെ ഒരു കടമ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ രാജീവ് കുമാറിനെ എടുത്തു കഴിഞ്ഞ് രാജീവേട്ടൻ്റെ അടുത്ത് ഒരു ഷോയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആയിരിക്കും പുള്ളി പറയുക. ആ കോൺസെപ്റ്റിന് ഇന്ന ആർട്ടിസ്റ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റുമായിട്ട് എങ്ങനെ മേർജ് ചെയ്യാമെന്നായിരിക്കും അദ്ദേഹത്തിന് പോലൊരു ആൾ നോക്കുക. കോർഡിനേഷൻ അതല്ലല്ലോ, കണ്ടല്ലേ. അതിന് അദ്ദേഹം പറയുന്ന കോൺസെപ്റ്റും ആർട്ടിസ്റ്റുകളും ആരൊക്കെയാണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് കോർഡിനേറ്റർ. ഡയറക്ടർ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ അതെങ്ങനെ പറഞ്ഞു പോവാം, അതിൻ്റെ ടെമ്പോ എങ്ങനെ ക്രമീകരിക്കാം, എന്തെല്ലാം ടെക്നിക്കൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കാം, അവരെത്രത്തോളം എൻഹാൻസ് ചെയ്യാമെന്നാണ് ഒരു ഡയറക്ടർ എപ്പോഴും നോക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരാളിനെ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ജേണിയാണ് സത്യത്തിൽ. മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂസിക് മാത്രം, അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മാത്രം ചെയ്താൽ മതി. അത് വലിയൊരു ഇവൻറ്റിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. എല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരിക്കും വലിയൊരു ഷോ ആവുന്നത്. ഒരു വലിയ ഇവൻ്റൊക്കെ ചെയ്യുമ്പോൾ ചില ലാസ്റ്റ് മിനിറ്റിൽ ചില ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ചില എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നാൽ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു സംഭവം പറഞ്ഞാൽ എറണാകുളത്ത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു വ്യാപാരോത്സവത്തിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ എറണാകുളത്താണ് ഫസ്റ്റ് ഇവൻറ്റ്, ഉദ്ഘാടന ഇവൻറ്റാണ്, വലിയ ഇവൻറ്റാണ്. ആ ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിലാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അന്ന് ഉദിത് നാരായൺ, പിന്നെ അത്തരം ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പം മനോ എന്ന് പറഞ്ഞിട്ട് തമിഴ് സിംഗറല്ലേ, അദ്ദേഹവും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3-4 ദിവസം മുമ്പ് പോവില്ല, സ്റ്റേജ് മറ്റൊന്ന് കുറച്ചൊക്കെ നേരത്തെ തുടങ്ങുമല്ലോ. അന്ന് ഉച്ചയായപ്പോഴത്തേക്കും ഷോയുടെ അന്ന് ഇദ്ദേഹം തലേ ദിവസം റിഹേഴ്സലിന് വരാൻ പറ്റിയില്ല. അന്ന് ഉച്ചയായപ്പോൾ ഇദ്ദേഹം വിളിക്കുക, അണ്ണേ എന്നോട് ഫ്ലൈറ്റ് മിസ്സായല്ലേ. ഞാൻ പറഞ്ഞു, എന്നെ വേറെ ഫ്ലൈറ്റ് ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ഒരു വഴി? ഇത് ഗവൺമെൻറ് ഷോ ആയതുകൊണ്ട്, ഇപ്പം നമ്മൾ പ്രൈവറ്റായിട്ട് നടത്തുന്ന ഷോ ആണെങ്കിൽ അതൊരു ഇഷ്യൂ അല്ല, ഒരാൾ കുറഞ്ഞാലും അത്രത്തോളം ആർട്ടിസ്റ്റ് ഉണ്ട് അവിടെ. ഇത് ഞാൻ അവസാനം അവരുടെ അടുത്ത് മറുപടി പറയേണ്ടി വരും ഒരാൾ വന്നില്ലെങ്കിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചിന്തിക്കുന്ന അടുത്ത ഓപ്ഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കൂടെയുള്ള അവരുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ ഇനി അടുത്ത ഓപ്ഷൻ ഉള്ളത്. അപ്പോഴത്തേക്ക് വേറൊരു ഫ്ലൈറ്റ് ചെന്നൈയിൽ നിന്ന് ബോംബെയിലുണ്ട്. ബോംബെ പോയിട്ട് അവിടെ നിന്ന് നേരെ കൊച്ചിയിലോട്ട് ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ അത് പിടിച്ച് ആ സമയത്ത് പരിപാടി അപ്പോഴത്തേക്ക് തുടങ്ങി. അപ്പോൾ ഞാൻ വേറെ ആളിനെയൊക്കെ സംഘടിപ്പിച്ച് എയർപോർട്ടിൽ നിർത്തിയിട്ട് പരിപാടിയുടെ ഇടയ്ക്ക് ആരും അറിയാതെ ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ പാട്ട് പാടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അത്തരം ക്രൈസിസൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത് നമ്മളെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ടെൻഷനൊന്നും അടിക്കാതെ പാനിക് ആവാതെ നിൽക്കും, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ അതുപോലെ ലാൽ സാറിൻ്റെ 25 വർഷം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കല്യാൺ ജുവലേഴ്സാണ് തോന്നുന്നു, അവരാണ് സ്പോൺസേഴ്സ്. ആദ്യത്തെ ദിവസം മഴ വന്നിട്ട് സ്റ്റേജും അത്രയും ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ അക്കോമഡേഷൻ ലാൽ സാറിൻ്റെതായതുകൊണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ 200-200-ലധികം ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഉണ്ട്. ഭയങ്കര ഷോ-ആയിരുന്നു അത്. നോർത്തുനിന്ന് സൗത്തുനിന്നും ഒക്കെ വലിയ നമുക്ക് അറിയാത്തവരൊക്കെ ഉണ്ട്. ആദ്യത്തെ ദിവസം മഴ കാരണം ഇത് മാറ്റി. രണ്ടാമത്തെ ദിവസം എന്തായാലും ഇത് മാറ്റാൻ പറ്റില്ലല്ലോ, മഴ പെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്ത് പോയി. പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിന് ബാക്കിൽ നമ്മുടെ ഈ ആളുകളെല്ലാം കൂടെ ഇടിച്ചകത്ത് കയറിയിട്ട് നമ്മുടെ ഈ ലൈനർ സെറ്റപ്പൊക്കെ പോയി, വാക്കി ടോക്കിയുടെ ഇത് പോയി, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഗ്യാപ്പ് വന്നു. പിന്നെ ബാക്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനന്ന് ബാക്ക് സ്റ്റേജാണ്, രാജീവ് കുമാറാണ് ഡയറക്ടർ, ബാക്ക് സ്റ്റേജാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കാണുന്ന എനിക്ക് ഏകദേശം കേരളത്തിലെയും ഈ ബോംബെയിൽ നിന്ന് വന്നവരെയൊക്കെ എനിക്കറിയാം, അൽഖയാനിക്ക് ഒക്കെ ഉണ്ടെന്ന്. അവരുടെയൊക്കെ പരിപാടികൾ അവരെയൊക്കെ കയറ്റിവിട്ട് ഉള്ള പരിപാടി ഒരു ഓർഡറിൽ ഒന്ന് വിടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതൊക്കെ അത്തരം പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അല്ല ഈ സിനിമ പോലെ അല്ലല്ലോ, ഇവൻ്റ് എന്ന് പറഞ്ഞാൽ റീടേക്ക് ഇല്ല, രണ്ടാമത് ആലോചിക്കില്ല, എന്താണോ ഇപ്പോൾ ചെയ്യുന്നത് അത് തന്നെയാണ്, അത് മാറ്റി വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ചില ആർട്ടിസ്റ്റുകൾക്കൊക്കെ സ്റ്റേജിൽ കയറാൻ പറ്റാതെ പോയിട്ടുണ്ട്. കാര്യം പലർക്കും തിരിച്ചറിയില്ല, നമ്മുടെ ഓർഡറും ഒക്കെ പോയതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പല ഇവൻറ്റിനും സംഭവിക്കാറുണ്ട്. പിന്നെ ഏറ്റവും വെല്ലുവിളി നേരിട്ട ഒരു ഷോ അതേതായിരുന്നു? അങ്ങനെ വെല്ലുവിളി എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ വെല്ലുവിളികളൊന്നും അങ്ങനെ നേരിട്ട ഷോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ചെയ്തതിൽ ഏറ്റവും വലിയ ഷോകളെന്ന് പറയുന്ന ഒന്ന് ഇത്. പിന്നെ ഞാൻ ഈ ദാസേട്ടൻ്റെ 50 വർഷം സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അത് ഞാനൊരു മ്യൂസിഷ്യൻ ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മ്യൂസിക് ഷോസാണ്. കൂടുതൽ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന എപ്പോഴും അത്തരം കാര്യങ്ങളാണ്. മറ്റ് ഷോസിനും മ്യൂസിക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതും സന്തോഷം തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഈ മ്യൂസിക് മാത്രമാകുമ്പോഴത്തേക്കും നമുക്കൊരു ഇഷ്ടം കൂടുതൽ തോന്നും.
ദാസേട്ടൻ്റെ ആ ഒരു അവസരം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ വലിയൊരു അവസരമാണ്. അത് വലിയൊരു അനുഭവമാണ്. ദാസേട്ടൻ്റെ കൂടെ നിന്ന് ദാസേട്ടൻ്റെ ഒരുപാട് ഷോസ് ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ദാസേട്ടൻ ചെയ്ത ഹൃദയതാളം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് ഹാർട്ട് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു വലിയ ഇവൻറ്റ് കൊച്ചിയിൽ ചെയ്തിരുന്നു. അതെല്ലാം ദാസേട്ടൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാൻ തന്നെയാണ് അത് കോർഡിനേറ്റ് ചെയ്ത് കണ്ടക്ട് ചെയ്തത് ഞാൻ തന്നെ. യേശുദാസൊക്കെ ഒരു ഷോ ഏൽപ്പിക്കണമെങ്കിൽ എന്തുമാത്രം അവരുമായി അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന് കൂടി. അല്ല, ദാസേട്ടനെ ആയിട്ട് നേരത്തെ അറിയാമല്ലോ, നേരത്തെ അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പല ഷോക്ക് ഞാൻ ഡ്രംസ് വായിച്ചിട്ടുണ്ട് മുമ്പ്. അതിനുശേഷമാണ് ഈ കോർഡിനേഷനും ഓർക്കസ്ട്ര കോർഡിനേഷനും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദാസേട്ടനായിട്ട് നേരത്തെ ഉള്ള പരിചയമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നെ അതിന് വേണ്ടിയിട്ട്. അതെ, മറ്റത് ഈ 50 വർഷം ആക്ച്വലി കുട്ടൻ ജയചന്ദ്രനില്ലേ, എം ജയചന്ദ്രൻ, അത് ഏഷ്യാനെറ്റാണ് ആക്ച്വലി അത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും കുട്ടനാണ് ശരിക്കും ചേട്ടൻ തന്നെ കണ്ടക്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത് കുട്ടനാണ്. അത് കൊച്ചിയിൽ വെച്ചല്ല, അത് കൊച്ചിയില്ല. അത് ശരിക്കും അതിൻ്റെ കോർഡിനേഷൻ ആയിരുന്നു ആദ്യം എന്നെ ഏൽപ്പിച്ചിരുന്നത്. പിന്നെ ആ സ്റ്റേജിൽ അത് കണ്ടക്ട് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. അതൊക്കെ വലിയ ഭാഗ്യം. അതെ, നമ്മൾ കണ്ടിട്ടുണ്ട് പല വലിയ സ്റ്റേജുകളിലും വലിയ ഗായകരോടെ നിന്നിട്ട് അതെ സ്റ്റേജിൽ നിൽക്കുന്നത് കണ്ടു. അല്ല, ഞാൻ കണ്ടക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ബാക്ക് സ്റ്റേജിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ. ഞാൻ റഹ്മാന് ദാസേട്ടൻ അവാർഡ് കൊടുത്ത സമയത്ത് AR റഹ്മാൻ്റെ ഷോ അത് ഞാൻ കണ്ടക്ട് ചെയ്തിരുന്നു. അത് ഞാനാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ ആളുകളുമായിട്ട്. ഇപ്പം ലേറ്റസ്റ്റ് മോഹൻലാലിൻ്റെ ഷോയും ചെയ്തില്ലായിരുന്നു? അതിൽ സ്റ്റേജിൽ വെച്ച് കാണാൻ പറ്റുമായിരുന്നു സുജാത ചേച്ചിയായിട്ടൊക്കെ നിന്ന്. അതെ അത് പക്ഷേ പെട്ടെന്ന് സംഭവിച്ച സംഭവമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഈ ഫാൽക്കെ അവാർഡ് കിട്ടുന്നു, അദ്ദേഹത്തിനെ ആദരിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത സാധനമാണ് ലാൽ സലാം. ആക്ച്വലി ലാൽ സലാം അത് ഭയങ്കര കോൺട്രവേഴ്സിയായി. ലാൽ സലാം ശരിക്കും പറഞ്ഞാൽ ആ പേരിൽ ഞങ്ങൾ നേരത്തെ ലാൽ സാറിൻ്റെ പരിപാടി മിഡിൽ ഈസ്റ്റ് മൊത്തം ചെയ്തിട്ടുണ്ട്. ലാൽ സലാം എന്ന് പറഞ്ഞിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ഷോയ്ക്ക് വേണ്ടി ഇട്ടൊരു പേരല്ല ലാൽ സലാം. ലാൽ സലാം എന്ന് പറഞ്ഞാൽ ലാൽ സാറിന് സലാം എന്തേ അർത്ഥം. ശരിക്കും മലയാളം വാനോളം എന്നായിരുന്നു അതിന് പേരിട്ടത്. അത് രാജീവ് കുമാറായിട്ടത്. അതിന് സത്യത്തെ ഗവൺമെൻറ്റിന് യാതൊരു റോളും അതിനകത്തില്ല. അത് അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിന് വേറൊരു തലത്തിലേക്ക് സോഷ്യൽ മീഡിയ കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. ലാൽ സലാം നേരത്തെ ഉള്ള പേരാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിലെ കുറച്ച് റീൽസിലൊക്കെ മോഹൻലാൽ അശ്വൻ ചേട്ടനെ നോക്കി കണ്ണൊക്കെ അടച്ചിട്ട് പോകുന്നതും അതൊക്കെ ഭയങ്കര. അല്ല, ലാൽ സാറ് ഈ പറഞ്ഞ പോലെ ലാൽ സാറുമായിട്ട് ഞാൻ എത്ര സ്റ്റേജിൽ ലാൽ സാറിൻ്റെ പരിപാടിക്ക് ഞാനുണ്ടായിരുന്നു. US ഒക്കെ ലാൽ സാറിനൊപ്പം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് പിന്നെ പുള്ളി വേറൊരു വൈബാണ്. അവിടെ നിന്ന് നമ്മൾ എത്ര ഇനി ഡൗൺ ആണെങ്കിലും പെട്ടെന്ന് പോസിറ്റീവ് ഇത് കിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാൽ. കൂടെ ഉള്ളവരെ കൂടെ എപ്പോഴും ഈ ഫ്രണ്ട്ലി ഒരു ഇതാണ്. അതുകൊണ്ടാണ് ആ കണ്ണടിച്ചിങ്ങനെ. അത് ഭയങ്കര വൈറലായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് സത്യത്തിൽ അദ്ദേഹം 4 വരി പാടാം, നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ വന്നിട്ട് 4 വരി പാടും എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് നമ്മൾ വെറുതെ ബാക്കിൽ കാരവാനിലിരുന്നിട്ട് പാടി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഫുള്ള് പാടിയേക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ ജോൾസിനെ അടുത്ത് ഇത് പറഞ്ഞു വെച്ചിരുന്നു. അദ്ദേഹം 4 വരി പാടും, ബാക്കി ജോൾസിനെ പാടണം, അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. അപ്പോൾ ജോൾസിനെ ഉണ്ടായിരുന്നു കാരവാനിൽ. അപ്പോൾ അദ്ദേഹം ഫുള്ള് പാടാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറി പാടിയതാണ്. അപ്പോഴാണ് നോക്കിക്കൊള്ളണം എന്നുള്ള അർത്ഥത്തിലാണ്. രസമാണ്. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലിയാണ് എപ്പോഴും കൂടെ നിൽക്കുന്നവരോട്. വലിയൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ചേട്ടാ, ഈ മ്യൂസിക് ഫീൽഡിലേക്ക് ചേട്ടൻ വരാനുണ്ടായ കാരണം, ചേട്ടൻ കുഞ്ഞിലെ പാടുമായിരുന്നോ, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും പാട്ടുമായി ബന്ധമുള്ളവരുണ്ടായിരുന്നോ? ശരിക്കും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സത്യത്തിൽ ലവ് മാരേജാണ്. അച്ഛൻ്റെ പാട്ട് കേട്ടിട്ടാണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്നേഹം തോന്നുന്നതെന്ന് പറയും. അപ്പോൾ രണ്ടുപേരും പാടും. ഞങ്ങളുടെ അവിടെ അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് വിചാരിച്ച് ആ കുട്ടിക്കാലം തൊട്ട് അങ്ങനെ ശാസ്ത്രീയമായി പഠിക്കാനോ അതിനൊന്നും അധികം സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ നാട്, ഞാൻ ശരയങ്കീഴ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പോൾ അവിടെ നമ്മുടെ കുട്ടിക്കാലം തൊട്ട് സിനിമാ തിയേറ്ററിൽ അന്ന് 4-5 സിനിമാ തിയേറ്ററുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ നടനുള്ള സ്ഥലം. അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോൾ നസീർ സാറിനാണ് എനിക്ക് കുട്ടിക്കാലത്ത് ഭയങ്കര ഇഷ്ടമുള്ളൊരു. പിന്നെ പാട്ട് കേൾക്കാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ എന്നും ഈ ഉച്ചയ്ക്ക് മാറ്റിനിയോട്ടേ ഉള്ളൂ അന്ന്. അതും ശനി ഞായറുമാണ് മാറ്റിനി ഉള്ളത്. പിന്നെ വൈകുന്നേരത്ത് ഉള്ളൂ. അപ്പോൾ ഈ പാട്ടിങ്ങനെ കൊളാമ്പിയിലിടും. അപ്പോൾ ഞങ്ങൾ പാട്ട് കേട്ട് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾവിജ്ഞാനമാണോ ഉള്ളത്. പിന്നെ ഒരുപാട് ഭജന ഗ്രൂപ്പുകൾ, അയ്യപ്പൻ്റെ സീസണൊക്കെ വരുമ്പോൾ ഭജന ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഞങ്ങളെ തൊട്ടടുത്തൊക്കെ ഉണ്ട്. അവിടെ പോയിരിക്കുക, അവിടെ ചെറിയ ഡോലൊക്കെ എടുത്ത് വായിക്കുക. അങ്ങനെയാണ് സത്യത്തിൽ ഈ ഒരു ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ ആവണമെന്ന് വിചാരിച്ചല്ലോ. ആ കാലത്തൊക്കെ ശരിക്കും ഇത്രയും അവസരങ്ങളില്ലല്ലോ.
അല്ലേ? കലാകാരന്മാർക്ക് ഇത്രത്തോളം അവസരങ്ങൾ എക്സ്പോഷറും ഇല്ല. അപ്പോൾ എപ്പോഴും വീട്ടിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ എന്നാലും അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ഫ്രീഡം തന്നതുകൊണ്ടാണ് നമ്മളറിയാതെ അതിലേക്ക് നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ അവിടെ എത്തിച്ചേർന്നതാണ്. ഒരു വിലക്കില്ലായിരുന്നു. ഇല്ല, തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്റ്റേജിൽ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? അതുപോലെ തന്നെ ചില പാട്ടുകളും എല്ലാം ചേട്ടൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയാം. ഞാൻ സ്റ്റേജിൽ ഡ്രംസാണ് വായിച്ചുകൊണ്ടിരുന്നത് ശരിക്കും. അപ്പോൾ എനിക്ക് ഈ താളങ്ങളോടും കൊട്ടിനോടും ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞു ഡോലക്കിൻ്റെ കാര്യം പറഞ്ഞു, ഡോലക്ക് വായിക്കാൻ പോകും. അപ്പോൾ അതിനോടൊരു ഭയങ്കരമായ ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ കോളേജ് സമയത്താണ് ആക്ച്വലി ഞാൻ തബലയാണ് കുറേ കാലം പഠിച്ചത്. പക്ഷേ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഡ്രമ്മർ എന്ന് പറയുന്ന വേറൊരു ഷൈൻ ചെയ്യാനുള്ളൊരു സംഭവം. അങ്ങനെയാണ് സത്യത്തിൽ ഡ്രമ്മിലോട്ട് തിരിയുന്നത്. അവിടെ നിന്നാണ് പിന്നെ അതിനോടുള്ളൊരു താല്പര്യം ഇങ്ങോട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, നൊട്ടേഷൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുത്തി പഠിക്കുക. അന്ന് ഇത്രത്തോളം പഠിക്കാനൊന്നുമുള്ള സൗകര്യങ്ങൾ കുറവാണ്. നൊട്ടേഷൻ വരുത്തുക, പഠിപ്പിക്കുക. പിന്നെ ഞാൻ കുറേ കാലം ദേവരാം മാഷ് എന്നൊരു സ്ഥാപനത്തിൽ ഈ സ്റ്റൈഫണ്ട് കൊടുത്ത് പഠിപ്പിക്കുന്ന അർദ്ധ സർക്കാർ സ്ഥാപനം ഉണ്ടായിരുന്നു, സ്വാതി എന്ന് പറഞ്ഞിട്ട്. വലിയ അധ്യാപകരായിരുന്നു. വേൽക്കുട്ടി സാറ്, പിന്നെ ചേർത്തല ഗോപാലൻ, വലിയ ലെജൻഡറി മ്യൂസിഷ്യൻസാണ്. അവരുടെ കൂടെ ഞാനും അവിടെ ഒരു ട്യൂട്ടറായിരുന്നു, അധ്യാപകനായിരുന്നു കുറച്ച് കാലം, ഡ്രംസ് പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഈ റെക്കോർഡിങ്ങും സ്റ്റേജ് ഷോസും കാരണം എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ് ചെയ്തത്. പിന്നെ കുറേ കോഴ്സൊക്കെ വെറുതെ അത്രേ ജ്ഞാനമേ ഉള്ളൂ. ഒരു കമ്പോസറുടെ ഒരു ജ്ഞാനമൊന്നും സത്യത്തിൽ എനിക്കില്ല. പക്ഷേ ഞാൻ ഒരു രവീന്ദ്ര മാഷ കൂടെയും ജോൺ സേട്ടൻ്റെ കൂടെയും ദേവരാം മാഷ കൂടെയൊക്കെ അവരെയൊക്കെ ദേവരാം മാഷ ഫിലിമിനൊക്കെ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ദേവരാം മാഷ കൂടെ കുറേ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പല സ്റ്റേജ് ഷോയ്ക്കും ഞാനുണ്ടായിരുന്നു. 50 വർഷം മലയാള സിനിമ സംഗീതത്തിൻ്റെ 50 വർഷം ദേവരാം മാഷ് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. ആ 3 ദിവസവും ഞാനാണ് പ്ലേ ചെയ്തിരുന്നത്. അന്ന് മലയാളത്തിൽ പാടിയിട്ടുള്ള എല്ലാ ചെയ്തിട്ടുള്ള സംഗീത സംവിധായകരും ഗായകരും ആ 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അത് ജാനമ്മ ഡേവിഡിനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അന്നാണ് കാണുന്നത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അതൊക്കെ അത്തരം ഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് കാരണം ഒരു സുരേഷ് ഏട്ടൻ്റെ ഒരു സിനിമ, സുരേഷ് കുമാറിൻ്റെ ഒരു സിനിമ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ബന്ധം വെച്ചിട്ട് പുള്ളി ചോദിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ. അതിനും രാജുവേട്ടനാണ് അതിൻ്റെ ഒരു കാരണമായത്. അപ്പോൾ ഒരു 2-3 പാട്ട് കമ്പോസ് ചെയ്തു. അപ്പോൾ അതിൽ ബാലമേനോൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു ആ സിനിമ ചെയ്യേണ്ടിയിരുന്നത്. MG ശ്രീകുമാറിനെയും അന്ന് രാധികാ തിലകനെയൊക്കെ വെച്ചിട്ടാണ് ആ പാട്ടെടുത്തത്. പക്ഷേ ആ പടം എന്തുകൊണ്ടോ സംഭവിച്ചില്ല. അത് കഴിയുമ്പോഴാണ് രഞ്ജിത്തില്ലേ, ചിപ്പി രഞ്ജിത്ത് നമ്മുടെ അടുത്ത സുഹൃത്താണ്. എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. അദ്ദേഹത്തിൻ്റെ വീടുമായിട്ടും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കുടുംബ വീടുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. രഞ്ജിത്താണ് യേശോയെ ഞങ്ങളുടെ സീരിയലിനൊരു സോങ് ഞാനൊന്ന് ട്രൈ ചെയ്തു. അന്ന് ആക്ച്വലി നല്ലൊരു പാട്ട് നമ്മുടെ BR പ്രസാദില്ലേ, അദ്ദേഹമാണെന്ന് അത് എഴുതിയത്. അത് നല്ല രസമുള്ള പാട്ടായിരുന്നു, ഭയങ്കര ഹിറ്റായി മാറിയത്. സ്ത്രീ ഒരു സാന്ത്വനം എന്നായിരുന്നു അതിൻ്റെ പേര്. ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട്. മിഴിനീരിൽ താരിടും പൂവേ മഴമേഘം തേടിടും പൂവേ, ഇതാണ് പാട്ട്. ചിത്രശേഷിയാണത് പാടിയത്. അത് ഹിറ്റായപ്പോഴത്തേക്കും അടുത്ത സീരിയൽ തുടങ്ങിയപ്പോൾ വീണ്ടും രഞ്ജിത്ത് തന്നെ വിളിച്ചു. ഒരു പാട്ടുകൂടെ ഇതിനിടയ്ക്ക് എനിക്ക് ഷോസാണല്ലേ നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഡ്രം വായിക്കുക അല്ലെങ്കിൽ ഇത്തരം ഷോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രഞ്ജിത്ത് വിളിച്ച അടുത്തൊരു സീരിയൽ വരുന്നുണ്ട്, നമ്മുടെ സിദ്ദിഖാണ് നായകൻ, അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്, അപ്പോൾ ഒരു സോങ് വേണം. അപ്പോൾ ഞാനിങ്ങനെ അതിനായിട്ട് ഇരുന്ന് ഉണ്ടാക്കുന്ന ട്യൂണല്ലല്ലോ, ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു ട്യൂണ് കിട്ടി. ഞാനത് മൂളി രഞ്ജിത്തിന് അയച്ചു. അത് രഞ്ജിത്ത് പറഞ്ഞു അപ്പോൾ ഇത് കൊള്ളാം, ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആരെ എഴുതും? അപ്പോൾ രഞ്ജിത്ത് പറയാം അതെ നമുക്ക് ONV സാറിനെ കൊണ്ട് എഴുതിച്ചാലോ. ഞാൻ സത്യത്തിൽ ഒന്ന് ഞെട്ടി. സാറിൻ്റെ അടുത്തൊക്കെ ഞാൻ അല്ലാതെ സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഈ ചില ഷോസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബൈറ്റുകൾ എടുക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് രഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു സാറ് സമ്മതിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴത്തേക്കും ടെൻഷൻ കൂടി. അപ്പോൾ ചെല്ലാൻ പറഞ്ഞു. ഞാനപ്പോൾ ഒരു ട്യൂണൊക്കെ ഉണ്ടാക്കി അവിടെ ചെന്നു. ട്യൂണൊന്ന് പാടാൻ പറഞ്ഞ് ഞാൻ മൂളി കൊടുത്തു. ഒരു കാര്യം ചെയ്യും, അതൊരു കാസറ്റിലാക്കിയിട്ടേ കൊണ്ടുവരൂ, കാസറ്റുണ്ടെന്ന്. ഞാൻ ആ ട്യൂണൊക്കെ ഉണ്ടാക്കി അടുത്ത ദിവസം വെറുതെ ഞാൻ തന്നെ അതിനകത്ത് പാടി
കൊണ്ടു കൊടുത്തു. അടുത്ത ദിവസം ചെല്ലാൻ പറഞ്ഞു, എഴുതി ചെന്ന് പാടാൻ പറഞ്ഞു. പാടിയപ്പോഴത്തേക്കും അപ്പോൾ അതിനകത്ത് ഒരു വേർഡ് എന്തോ ചെറിയൊരു വടി പോലെ എനിക്ക് തോന്നി. അപ്പം സാറിൻ്റെ അടുത്ത് എങ്ങനെ പറയുന്നത്, സാറേ ആ വേർഡൊന്ന് മാറ്റിത്തരാൻ പറ്റുമെന്ന് ചോദിച്ചു. സാറ് പെട്ടെന്ന് ഉള്ളൊരു കാര്യം ചെയ്യൂ, അതിഞ്ഞെടുക്കൂ, പോയിട്ട് അടുത്ത ദിവസം വരും. അടുത്ത ദിവസം ചെന്നപ്പോഴത്തേക്ക് ആ പാട്ട് മൊത്തം മാറ്റി വേറൊരു പാട്ട് എഴുതി വെച്ചിരിക്കുക. അതേതായിരുന്നു ആ പാട്ട്? വാത്സല്യമായി വാർതിങ്കളേ വാസന്തരാവിൻ പൈതലേ തരരീരരാ തരരീരരാ. അതിൻ്റെ വരികൾ എനിക്ക് അത്ര ഓർമ്മയില്ല, പെട്ടെന്ന് വരുന്നില്ല. പക്ഷെ അസാധ്യമായിരുന്നു വരികൾ, അസാധ്യ വരികളായിരുന്നു സാർ എഴുതുന്നത്. പാട്ട് മൊത്തം മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ അവിടെ ഇരുന്ന് പാടി കറക്റ്റാണ്. അപ്പോൾ സാറിൻ്റെ കാലൊക്കെ തൊട്ട് എഴുതി ഞാൻ പോയി അത് റെക്കോർഡ് ചെയ്തു. ചിത്ര ചേച്ചി എന്നത് പാടി, അത് ഹിറ്റ്. അതും സീരിയലും അത് ഏഷ്യാനെറ്റ് സീരിയലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ സിംഫണി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഷോ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം കൃഷ്ണകുമാർ സാർ അറിയാം, കൃഷ്ണകുമാർ സാർ ഒരു സീരിയൽ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സോങ് വേണം. അപ്പോൾ സാർ അതിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു തന്നു. അതൊരു ഹാസ്യ ഇതുമായിട്ടൊരു കോമഡി ഇതിൽ പറഞ്ഞു പോകുന്നൊരു സീരിയലാണ്. അപ്പോൾ പറഞ്ഞ് അത് ആരെഴുതും സാർ? അത് ബിച്ചു തിരുമല എഴുതും. ബിച്ചുവേട്ടനോ? അപ്പോൾ ബിച്ചുവേട്ടൻ്റെ അടുത്ത് സാർ സംസാരിച്ചു. ഞാൻ ബിച്ചുവേട്ടനെ വിളിച്ചു. അപ്പോൾ ബിച്ചുവേട്ടൻ അന്ന് അവിടെ നമ്മുടെ സ്റ്റാച്യൂവിൽ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തൊരു അവിടെ ഇതൊക്കെ എഴുതാനായിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഇത് പാടിക്കൊടുത്ത് അങ്ങനെ പിന്നെ ഒരു പാട്ട് എഴുതി. അപ്പോൾ ബിച്ചുവേട്ടനുമായിട്ടും അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞ ലെജൻഡറി, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും അല്ലേ. ഞാനൊരു മ്യൂസിക് ഉണ്ടാക്കി ONV സാർ എഴുതിയെന്ന് പറയുന്നതിനെക്കാട്ടിലും വലിയൊരു സംഭവം പിന്നെ നമുക്ക് എന്താ അല്ലേ. അത് വലിയൊരു സംഭവം. പിന്നെ ബിച്ചുവേട്ടൻ്റെ പാട്ട് നമ്മൾ ശരിക്കും കേരളം തിരിച്ചറിയാതെ ഒരു മഹത് വ്യക്തിയായിരുന്നു ശരിക്കും ബി ആർ പ്രസാദ്. അസാധ്യ ജ്ഞാനമാണ്. എന്തിനെക്കുറിച്ച് ലോകത്തുള്ള എന്തിനെക്കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം പ്രിയദർശൻ കുറച്ചുകൂടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരു കംഫർട്ട് സോണിലേ എപ്പോഴും നിൽക്കത്തുള്ളൂ. പുള്ളിക്ക് അല്ലാതെ ഇത് വലിയ ഹൈറ്റ്സ് നമ്മുടെ എത്രയോ ഷോസിന് അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്, കമ്പയർ ചെയ്തിട്ടുള്ളത്. വലിയ ജ്ഞാനസ്ഥനാണ്. അപ്പോൾ അത്തരം ഭാഗ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആൽബംസൊക്കെ ഞാൻ ചെയ്തു. പിന്നെ അതൊരു നമുക്കൊരു അത്ര ടാലൻറ്റ് ഉള്ളൊരു ആളല്ല കമ്പോസിങ്ങിന്. പക്ഷേ ആർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മ്യൂസിക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു 5 പാട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ 5 ട്യൂൺ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ വേറൊരു മേഖലയിൽ അതിൽ തിരക്കായ അങ്ങനെ അങ്ങ് പോയി. അതെ അതാണ് ചേട്ടാ. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ AI എല്ലാം വന്നു. ആ സമയത്ത് ഷോകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? അതാണ് ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ ഒരു ഷോയെ എത്രത്തോളം ആ കാലഘട്ടമായിട്ട് ബന്ധപ്പെടുത്തി എത്രത്തോളം എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ പുതിയ ടെക്നോളജി വന്നു. ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത് മറ്റേ സാധാരണ ഇതിൽ നിന്ന് മാറി LED വാളായി. LED വാൾ തന്നെ പല അതിൻ്റെ റെസൊല്യൂഷൻ പല റെസൊല്യൂഷനിലായി. പിന്നെ സ്ക്രീൻ പോലെ മറ്റേ നമ്മുടെ കർവ് LED ആയി, കർട്ടൻ LED ആയി. അപ്പോൾ ഇതെല്ലാം ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ കേരളത്തിലെ നമ്മുടെ ഒരു ബജറ്റ് അത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ശരിക്കും ഈ ഹോളോഗ്രാമും അല്ലെങ്കിൽ 3D മാപ്പിംഗ് ഒന്നും സ്റ്റേജിൽ വരാതിരിക്കുന്നത്. ശരിക്കും LED വാളൊക്കെ മാറിക്കഴിഞ്ഞു. നമ്മുടെ ബജറ്റ് അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ അതിൻ്റെ കൂടെ യാത്ര ചെയ്താലാണ് നമുക്ക്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം ജാനമ്മ ഡേവിഡ് എന്ന് പറയുന്ന അവിടം തൊട്ട് ഉദയഭാനു സാറിൻ്റെ അവിടം തൊട്ട് ദാസേട്ടൻ തൊട്ട് AR റഹ്മാൻ വരെ എത്തി എന്ന് പറഞ്ഞ് എനിക്കതൊരു വലിയ അനുഗ്രഹവും ഭാഗ്യമാണ് സത്യത്തിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം നിൽക്കാൻ പറ്റുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇനി അടുത്തത് ഈ AI കാലമാണ്. അപ്പോൾ അത് എത്രത്തോളം ഇത്തരം സ്റ്റേജ് ഷോസിനെയൊക്കെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയത്തില്ല. സോങ്സ് സത്യത്തിൽ ഇപ്പം ആരുടെ വോയിസിൽ, റജിയുടെ വോയിസിൽ വേണമെങ്കിൽ നമുക്കൊരു പാട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വരും. ഈ ഇലക്ഷനൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിനൊരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. ഇല്ലാത്ത കാര്യങ്ങളുമൊക്കെ ഇതുവഴി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഒരു വലിയ, അത് ഒരു കലാകാരനെ സംബന്ധിച്ച്, കലയെ സംബന്ധിച്ച് അതൊരു
നല്ല കാര്യമല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. അതിന് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലത്, തെറ്റായിട്ടും ഉപയോഗിക്കാമല്ലോ. അത് ഒരു നല്ല എന്തിനോ നെഗറ്റീവ് സൈഡും വരും. അതെ അതെ തീർച്ചയായിട്ടും. താരസംഘടനയായ അമ്മയുടെ ഷോയൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഷോയൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി നമ്മൾ ഏറ്റവും കൂടുതൽ കാണാനും കൊതിക്കുന്ന താരങ്ങളുമായിട്ടൊക്കെയാണ് ഇടപഴകുന്നത് എല്ലാം. അതിൻ്റെയൊക്കെ ഒരു അനുഭവങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ. പിന്നെ ഡയറക്ഷൻ ഏരിയയിലാണ് അമ്മയുടെ ഷോയ്ക്ക് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. കാര്യം അതിനകത്ത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അവിടെ നമ്മുടെ ഇടവേള ഭവനമൊക്കെ ഉള്ള വലിയ ആളുകളുണ്ട്. അവർക്കത് ഈസിയല്ലേ. അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും. അപ്പോൾ ഇത്ര ആർട്ടിസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത എല്ലാത്തിനും രാജീവേട്ടനാണ് ഡയറക്ടർ. ഞാൻ അസോസിയേറ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ വലിയൊരു അനുഭവമാണ്. കുറേ നാളത്തെ റിഹേഴ്സൽ ക്യാമ്പും രസകരമായ ഭയങ്കര രസമാണ്. രാജീവേട്ടൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഒരു അമ്പലത്തിൽ 2 കരക്കാർ നടത്തുന്ന ഉത്സവമാണ് എൻ്റെ കോൺസെപ്റ്റ്. അമ്മ ഷോ. വടക്കേത്തല തെക്കേത്തല. ഒന്നിൻ്റെ ലീഡർ മോഹൻലാലും മറ്റൊന്നിൻ്റെതും മമ്മൂട്ടിയാണ്. രസകരമായ സാധനം, ഭയങ്കര രസമുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. അതിനകത്ത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടി ചെന്ന് റിഹേഴ്സൽ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഈ സോങ് ലിസ്റ്റൊക്കെ എന്നെ കൊണ്ടാണ് രാജുവേട്ടൻ ഉണ്ടാക്കിക്കുന്നത്. സോങ്ങിൻ്റെ ഇന്നൊക്കെയാണ്, അതനുസരിച്ച് സോങ് ലിസ്റ്റൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്ന ദിവസം മമ്മൂക്ക വരിക, ആടാ അദ്ദേഹത്തിൻ്റെ അറിയാമല്ലോ, അദ്ദേഹം നമ്മൾ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയി സുഖമാണെന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ എന്നിട്ട് ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയിട്ട്, എന്താ നമ്മൾ മലയാളം ഷോ അല്ലടാ ചെയ്യുന്നത്, ഇത് എന്താ ഹിന്ദി പാട്ടുകളൊക്കെ. അത് മുമ്പ് ഇങ്ങനെ സോങ് ലിസ്റ്റ് എടുത്തപ്പോൾ നമ്മളൊരു മൊത്തം ഒരു പാൻ ഇന്ത്യൻ സാധനം പോലെയാണ്, ഒരു ട്രിബ്യൂട്ട് സെഗ്മെൻറ്റൊക്കെ ഉണ്ട്. അങ്ങനെ അല്ല അത് ശരിയല്ല, ചുമ്മാ പറയുന്നതാണ് അദ്ദേഹം. അദ്ദേഹമൊക്കെ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ലോകത്താണ്. ഭയങ്കര രസമാണ് എല്ലാവരും കൂടെ. അതെ തീർച്ചയായിട്ടും അതൊക്കെ വലിയ അനുഭവമാണ്. ഞാൻ കുറച്ചധികം അമ്മയുടെ രാജീവേട്ടൻ ചെയ്ത എല്ലാ ഷോയിലും ഞാനുണ്ടായിരുന്നു ആ ടീമിൽ. അത് രസമുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ ഫ്ലോ ഷീറ്റ് ഉണ്ടാക്കുമ്പോഴും അദ്ദേഹം ഒരു ബേസിക് സാധനം ഉണ്ടാക്കി അയച്ചാൽ അത് നമ്മൾ തന്നെയാണ് ആ സോങ്സൊക്കെ അതിനകത്ത് ഇൻസെർട്ട് ചെയ്യുന്നതും ഒരു ഓർഡറൊക്കെ നോക്കി. അപ്പോൾ ഈ അമ്മയുടെ ഷോയിലൊക്കെ സ്കിറ്റും എല്ലാം നമ്മൾ വേറെ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് പലരായിട്ട് എഴുതുക ചെയ്യുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഈ മുകേഷ് ചേട്ടനും ജഗദീഷ് ചേട്ടനും വെച്ചിട്ടൊരു അമേരിക്കൻ ഷോ ഡയറക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും നമുക്ക് എപ്പോഴും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഏരിയ ഈ സ്കിറ്റ് തന്നെയാണ്. സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ടെലിവിഷനിൽ എല്ലാവരും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാടുള്ളൊരു വിഷയം. അതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സ്കിറ്റൊക്കെ എഴുതിയിട്ട് എഴുതുന്ന ഒരാളുമായിട്ട് ഞാൻ മുകേഷ് ചേട്ടൻ്റെ വീട്ടിൽ പോയി. ഇദ്ദേഹം സ്റ്റേജിൻ്റെ ഒരു മെയിൻ ആളല്ലേ. സ്റ്റേജിൽ നടന്നു വരുന്ന കണ്ടാൽ തന്നെ ആളുകൾ ചിരിക്കുന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് മുകേഷ് ചേട്ടൻ. ചെന്ന് ഇത് എഴുതിയ ആളിനെ ഓരോന്നും വായിച്ച് അദ്ദേഹം, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പിന്നെ പ്രശസ്തനായിട്ടുള്ള ആളായിട്ട് മാറിയത്. മുകേഷ് ചേട്ടന് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, എല്ലാം വേറെ പഴയ സാധനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഞാനത് പോയിട്ട് മാറ്റി നമ്മുടെ പിഷാരടി കൊണ്ട് കഴിച്ചു. പിഷാരടിയാണ് ആ സ്കിറ്റ് പിന്നെ എഴുതുന്നത്. അപ്പം ഒരു സ്കിറ്റ് ഉണ്ടാക്കിയെടുക്കുക, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്കിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു, നമ്മൾ കാണുമ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ചിരിക്കുന്നു, പക്ഷെ അതിൻ്റെ പിന്നിൽ വലിയൊരു ഇതുണ്ട്. ആ സ്കിറ്റിനകത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ഇപ്പോഴത്തെ സ്റ്റാർ അസീസ് ഇല്ലേ, ഞാൻ അന്ന് അസീസിൻ്റെ അടുത്ത് ആ ഷോ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഇദ്ദേഹം മിമിക്രി കളിച്ച് നടക്കും. ഞാൻ അസീസിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞുകൊണ്ടല്ല അയാൾ ആക്ടറായത്, ആ കഴിവുണ്ട്, നമ്മളത് തിരിച്ചറിയുന്നതാണ് സ്റ്റേജിൽ. ഭയങ്കര രസമായിട്ടാണ്. ഒരു പക്ഷേ മുകേഷ് ചേട്ടൻ്റെ അത്രയും തന്നെ ആ കൂടെ പിടിച്ച് നിൽക്കുന്ന കണക്ക് പുള്ളി ആ സ്കിറ്റ് ചെയ്തിരുന്നു. അന്നേ ഞാൻ നോട്ട് ചെയ്ത ആളാണ് അസീസ്. നമ്മുടെ അടുത്ത സുഹൃത്താണ്. അതെ അസീസ്. ചിലരെ നമുക്ക് ഇത് കാണുമ്പോൾ അറിയാം, കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിലരെ തോന്നും. അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് ആ കഥാപാത്രം ഉൾക്കൊണ്ടാണ് സ്റ്റേജിൽ പോലും അസീസ് അന്ന് അത് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. ഇത്രയും സാധനങ്ങൾ എഴുതി മാറ്റി വീണ്ടും എവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പിന്നെ 2 പേരും മുകേഷ് ചേട്ടനും ജഗദീഷ് ചേട്ടനുമായിട്ട് ഇരുന്നിട്ട് 2 പേരെയും കൊണ്ട് കൂടെ വായിപ്പിക്കുക, അവിടെ ഇരുന്ന് വായിപ്പിക്കുക. അപ്പോൾ അവരുടേതായ കുറേ കോൺട്രിബ്യൂഷൻസ് അതിനകത്ത് വരും. അങ്ങനെയാണ് ഒരു ഫൈനൽ ഇതായി വരുന്നത്. അത് അമ്മയുടെ ഷോയ്ക്കും അങ്ങനെ തന്നെയാണ്, പലരായിട്ടാണ് എഴുതിയത്. ഇദ്ദേഹം മാത്രമല്ല എഴുതിയത്, അതിനകത്ത്
ഇവരുടെ പരിപാടി ആയതുകൊണ്ട് സ്കിറ്റുകൾക്ക് ഒരു പ്രാധാന്യം കൊടുത്താണ് ഞാനത് ചെയ്തത് ആ ഷോ. അപ്പോൾ അതൊരു 3-4 പേര് മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട്. ഒരു സ്കിറ്റ് ഒരാൾ, വേറൊരു സ്കിറ്റ് അടുത്ത ആൾ, അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അമ്മയുടെ ഷോയും അങ്ങനെ തന്നെയാണ്. നാദർഷ ഒന്ന് ചെയ്താൽ ഇവർ വേറെ ഒന്ന് ചെയ്യും, സുരാജിൻ്റെ ഗ്രൂപ്പ് വേറെ ഒന്ന് ചെയ്യും, അങ്ങനെയാണ് ആ സ്കിറ്റ്. എങ്കിലേ അതിനൊരു വ്യത്യസ്തത വരത്തുള്ളൂ. രസകരമായ അത് വലിയ നല്ല അനുഭവങ്ങളാണ് അമ്മ ഷോ എന്ന് പറയുന്നത്. പിന്നെ ഈ ചാനലുകളുടെ ഇവൻറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് വെല്ലുവിളികളും ഉണ്ട്. കാരണം മാർക്കറ്റിംഗ് ഒരു സൈഡുണ്ട്. അതിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമേ ചാനലിൻ്റെ അവരുമായിരുന്നു ഒരുപാട് ചർച്ചകളൊക്കെ ചെയ്ത് മാർക്കറ്റിംഗ് സൈഡിനും കൂടി അഭികാമ്യമായ ഒരു ഷോ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ വെല്ലുവിളികളൊക്കെ എങ്ങനെയായിരിക്കും? അല്ല, ഒരു ടെലിവിഷൻ ചാനൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മാർക്കറ്റിംഗ് സൈഡാണ് ആ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആരാണെന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പ്രിലിമിനറി ചർച്ച ഉണ്ടാവും. നമുക്കിപ്പം ചിത്രയെ വെച്ചിട്ട് ഒരു സാധനം ചെയ്താൽ ആരൊക്കെ കൂടെ വേണം, അല്ലെങ്കിൽ ചിത്രയുടെ ഷോ മാത്രം മതിയോ, ഇത് എത്രത്തോളം മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വലിയ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലോട്ട് ജമ്പ് ചെയ്യുന്നത്. അപ്പം അത് ചാനലിൽ അതേ പറ്റുള്ളൂ. ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ട് അറിയാമല്ലോ, ചാനലിൻ്റെ പ്രോഫിറ്റ് നോക്കിയിട്ടാണല്ലോ അവരെപ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള കോർഡിനേഷനാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഞാൻ ഈ പല ചാനലുകളെ, ഞാൻ പേര് പറയുന്നില്ല, അതിൻ്റെ ലോഞ്ചിങ് എല്ലാം അത്തരം ഇവൻറ്റുകളൊക്കെ ഞാൻ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. പല പ്രമുഖ ചാനലുകളും അതൊരു വലിയ ഷോ ആയിട്ടായിരിക്കും ആദ്യമൊക്കെ സംഘടിപ്പിക്കുന്നത്. ലോഞ്ച് ചെയ്യുന്ന ഷോ എന്ന് പറഞ്ഞാൽ വലിയ ഷോ ആയിരിക്കും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ കാണും, അതിന് വലിയ ഫണ്ട് ഉണ്ടാവും. ചിലപ്പോൾ അന്നൊരു സിനിമ എടുക്കാൻ പറ്റുന്ന അത്രയും എമൗണ്ട് തന്നെ അതിനൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ കുമാർ സാനു ഒരു 3-4 പ്രാവശ്യം 4-5 പ്രാവശ്യമാണ് കേരളത്തിൽ ഷോസിന് വന്നിട്ടുള്ളത്. അതിൽ 2 ചാനലിലെ ലോഞ്ചായിരുന്നു. അത് ഞാൻ ചെയ്തതാണ്. ആദ്യം കുമാർ സാനുവിനെ കേരളത്തിൽ പഠിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ്. അത് അത്തരം ഷോസൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു റിസ്ക് തന്നെയാണ്. ആ റിസ്ക് പിന്നെ ഈ മാർക്കറ്റിംഗ് ഏരിയ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അവർ അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. മാർക്കറ്റിംഗ് അവരുടെ ആളുകളല്ലേ നോക്കുക, അവരല്ലേ ചെയ്യുക. അവിടെ അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പോക്കങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ചേട്ടാ, അതുപോലെ ഈ ഓരോ ഇവൻറ്റിനും ഒരു തീമൊക്കെ ഉണ്ടാവും. ആ തീമൊക്കെ അത് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത ഒരു തീം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ അവരൊരു കൂട്ടം ഇരുന്ന് അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്? 2 രീതിയിലും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇന്നൊരാളിനെ വെച്ചിട്ടൊരു ഷോ ചെയ്താൽ എങ്ങനെ ചെയ്യാം, എന്തായിരിക്കും കോൺസെപ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്. ചിലത് അവർ പറയാറുണ്ട്. ഒരു കൂട്ടായ ഡിസ്കഷനിൽ ഒരു തീം വരാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് ആപ്റ്റായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഒരു കഴിവാണ്. അത് കുറേ വായനയും ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും. പക്ഷെ അതൊന്നും ഇപ്പോൾ ഈ അത്തരം മെഗാ ഇവൻറ്റുകൾ മാറി ഈ ചെറിയ ഇവൻറ്റുകളായി മാറി. എല്ലാം ഈ മൈക്രോ ഇതിലോട്ട് പോയി. ആൾക്കാരൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഷോസിന്. ഇപ്പോൾ 10 വർഷം മുമ്പുള്ള സാധനമല്ല ഇപ്പോൾ, അല്ലെങ്കിൽ കോവിഡിന് മുമ്പുള്ളതല്ല കോവിഡിന് ശേഷമുള്ളത്. വലിയ ഇവൻറ്റുകൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് ആയിരിക്കും ഒരു കാരണം. അത് ചിലപ്പോൾ അത്രയും സെല് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം മൈക്രോ ഇവൻറ്റുകളായിട്ട് മാറി. ഒരു 100 എണ്ണം സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വലിയ മെഗാ ഷോ നടന്നതായി. പിന്നെ ഈ കോൺസെപ്റ്റ് ഇല്ല. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വന്നതോടുകൂടി അവരുടെ ഓൺ സോങ്സ് ആയി, അല്ലേ, ഓൺ കമ്പോസിഷൻസ് ആയി. അറിയാമല്ലോ, റജിക്ക് അറിയാമല്ലോ, ഇപ്പോൾ വേറൊരു ട്രെൻഡുണ്ട് ഈ ബാൻഡുകളുടെ അത് വലിയൊരു മാറ്റമാണ്. പണ്ടത്തെ 100 പീസ് ഓർക്കസ്ട്ര അല്ലെങ്കിൽ 50 പീസ് ഓർക്കസ്ട്ര എന്ന് മാറി 5 പീസിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. വളരെ ഇപ്പോൾ പല ബാൻഡുകളും എടുത്തു നോക്കൂ, ഈ നമ്മളെ പോയട്രിക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്ന പല സാധനങ്ങളുമുണ്ട് ഇപ്പോൾ. അത് വെസ്റ്റേൺ റോക്കും ഇതുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു പുതിയ പ്രവണതയുണ്ട്. അതിനെ ഇഷ്ടപ്പെടുന്ന വലിയ പുതിയ തലമുറയുടെ ഒരുപാട് പേര് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ലത് തന്നെയാണ്, തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പഴയ ദേവരാമാഷ്, ദക്ഷിണാമൂർത്തി, സ്വാമിയുടെയൊക്കെ പാട്ടുകൾ അത് അതുല്യമായ എങ്കിലും ഇന്നും ചേട്ടാ അതിന് ഒരു പ്രത്യേക തരം ആൾക്കാരും ഒരു പ്രത്യേകത ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആ നിശാഗന്ധിയുടെയൊക്കെ അതിലിരുന്ന് കേൾക്കാൻ പറ്റുന്ന കുറേ തലം ആൾക്കാരിന്നും അതിന് തീർച്ചയായും ഒരു തലമല്ല, നിറയെ ആൾക്കാരുണ്ട്. അത്തരം മ്യൂസിക് ആസ്വദിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്.
എല്ലാ മ്യൂസിക്കിനും ഇവിടെ പിന്നെ ഓഡിയൻസ് ഉണ്ട്. ഇഷ്ടപ്പെടുന്ന പലതരം മ്യൂസിക് ഇഷ്ടപ്പെടുന്ന പലതരം ആളുകളുണ്ട്. എന്ത് കൊടുത്താലും ഇഷ്ടപ്പെടുന്ന കോമൺ ആയിട്ട് കുറേ ആളുകളും ഉണ്ട്. അപ്പോൾ ഞാനിപ്പം ഈ നമ്മുടെ ഖത്തറിൽ ഹൃദയരാഗങ്ങളെന്ന് പറഞ്ഞിട്ട് അത് ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്താണ്, അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്താണ് അത് ചെയ്യുന്നത്. 8 സീസണായി. പഴയ പാട്ടുകൾ മാത്രമേ അദ്ദേഹം ചെയ്യത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ഈ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻറ്റ് കുറേ സോങ്സിന് അദ്ദേഹം തന്നെ വരികളൊക്കെ എഴുതി കമ്പോസ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസറാണ്, വലിയൊരു സിനിമയുടെ പ്രൊഡ്യൂസറുമാണ്. അപ്പോൾ അതിൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പിൻ ഡ്രോപ്പ് സൈലൻ്റായിട്ട് 3 മണിക്കൂർ ഇരുന്ന് കണ്ടിട്ട് പോകും. പാട്ടുകൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പാട്ടുകൾ കുറഞ്ഞു പോയെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വലിയൊരു കൂട്ടമാണത്. പിന്നെ അടുത്ത വർഷം വീണ്ടും ഇതുണ്ടോ എപ്പോഴാണെന്ന് തിരക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ പഴയ പാട്ടുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. അതിവിടെയും ഉണ്ട്. രജി, ഇടയ്ക്ക് തന്നെ കോടമ്പാക്കം എന്നും പറഞ്ഞിട്ടൊരു മ്യൂസിക് ട്രൂപ്പ് തുടങ്ങിയ പഴയ പാട്ടുകളിലെ കുറച്ച് പ്രോത്സാഹിപ്പിക്കും. അതിൻ്റെ ആ ട്രൂപ്പിൻ്റെ ഞാൻ പഴയ ഞാൻ പറഞ്ഞു ദേവരാമാഷ കൂടെയും ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് ദക്ഷിണാമൂർത്തി സ്വാമി, ഞാൻ എല്ലാവരോടും സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പാട്ടുകൾക്ക് സിനിമയ്ക്ക് കുറച്ചേ വായിച്ചിട്ടുള്ളെങ്കിലും സ്റ്റേജിൽ എല്ലാവരോടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ സംഗീതമാണ് എനിക്കിഷ്ടമുള്ള സംഗീതം. ഇപ്പോഴും അത് തന്നെയാണ്. നമ്മൾ കേട്ട് വളർന്ന സംഗീതം, അതിൻ്റെ ഒരു മഹത്തായ ഒരു തലമുണ്ട് അതിന്, തീർച്ചയായിട്ടും ഉണ്ട്. അത് എക്കാലത്തും ഇപ്പോഴും നമ്മൾ ഒരു കോമ്പറ്റീഷൻ എടുത്ത് നോക്കൂ, അതല്ലേ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളും പാടുന്നത് അല്ലേ? അപ്പോൾ ഒരു മത്സരത്തിന് അതിലേ കണ്ടൻ്റ് ഉള്ളൂ. ഇന്നത്തെ പാട്ടുകളും അന്നത്തെ പാട്ടുകളും നമ്മൾ മനസ്സിലെപ്പോഴും നിൽക്കുന്നത് പഴയ പാട്ട്. അത് മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും നമ്മൾ ഒന്നും നമ്മുടെ മനസ്സിൽ ഇന്ന് കേട്ടു, നാളെ ഓർത്തു, മറ്റന്നാൾ മറന്നു, അത്രയ്ക്കേ ഉള്ളൂ. അത്രയ്ക്കേ സമയമേ ഉള്ളൂ. നമുക്ക് നിലനിൽക്കാൻ വേണ്ടി ആരും സംഗീതം ഉണ്ടാക്കുന്നുമില്ല ഇപ്പോൾ. വളരെ കുറച്ച് ആളുകളെ അങ്ങനെ ഇത് നാളെയും ആളുകൾ കേൾക്കണം എന്ന് പറഞ്ഞുണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഇത് ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉണ്ട്. കോടമ്പക്കം എനിക്ക് അതിനോടുള്ളൊരു സ്നേഹം കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പഴയ പാട്ടുകളുടെ ഒരു പ്രൊഡക്ഷൻ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ പേരിടണം എന്ന് വിചാരിച്ചിട്ട് എന്ത് പേര് അതിന് കൊടുക്കും. അപ്പോൾ ഞാൻ രാജുവേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഞാൻ പെട്ടെന്ന് തമ്പിസാറുമായിട്ട് നല്ല ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിസാറ്. അപ്പോൾ തമ്പിസാറിനെ ഞാൻ വിളിച്ചു, സാർ എനിക്കൊന്ന് കാണണം. ഞാനിപ്പം ചിത്രാഞ്ജലിയിൽ എൻ്റെ ഒരു സീരിയലിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുക, നിങ്ങളവിടെ വരൂ. ഞാൻ അങ്ങനെ അവിടെ പോയി. അവിടെ നിന്നു. ഡബ്ബിങ് കഴിഞ്ഞ് സാറ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞു. സാർ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. എനിക്ക് എൻ്റെ ഇഷ്ടം ഈ ദക്ഷിണാമൂർത്തി സ്വാമിയോ ദേവരായ മാഷോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ താമസിച്ച സ്ട്രീറ്റുകളോ മദ്രാസിലാണല്ലോ പഴയ മലയാള സിനിമകളും സംഗീതവും ഒക്കെ സംഭവിച്ചിട്ടുള്ള അവിടെയാണ്. അവിടുത്തെ സ്റ്റുഡിയോകളിലും അല്ലേ, അവിടുത്തെ കൂട്ടായ്മകളിലാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കമ്പോസിങ് മലയാള സിനിമ മൊത്തം അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ചെന്നൈ എന്നുള്ള സാധനമേ ഉള്ളൂ. കേരളത്തിൽ ഒരു പേരും എനിക്ക് വന്നില്ല. അവസാനം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ കോടമ്പക്കം എന്ന് പറയുന്നതാണല്ലോ സിനിമയിൽ അറിയപ്പെടുന്നത്, കോടമ്പക്കം എന്നാക്കിയാലോ? സാറ് സത്യത്തിൽ അപ്പോൾ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, കോടമ്പക്കത്തിനെ കുറിച്ച് ഇയാൾക്ക് എന്തറിയാം എന്ന് പറഞ്ഞു. ഞാനതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമാണ്. അപ്പോൾ സാറിനാണല്ലോ അറിയാവുന്നത് സത്യത്തിൽ. സാറ് പറഞ്ഞ് വേറൊരു തലത്തിലാണ്, സത്യമാണ് സാറ് പറഞ്ഞത്. പക്ഷേ എനിക്കതങ്ങോട്ട് പോയതേ ഇല്ല. പിന്നെ ഞാൻ അവിടുന്ന് സാറിൻ്റെ അടുത്ത് ഞാൻ വേറെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോയിട്ട് പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ഈ കോടമ്പക്കം പോകുന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ചു, അദ്ദേഹത്തിന് ധിക്കരിച്ചതല്ല, ഞാൻ രണ്ടും കൽപ്പിച്ച് ആദ്യം തന്നെ ഇട്ടു. ഞാനൊരു ഡിസൈനൊക്കെ ഉണ്ടാക്കി, ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി, കുറേ സപ്പോർട്ടിങ് വിഷ്വൽസൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ശരിക്കും കോടമ്പക്കം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ദിനേഷ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ മറ്റേ ദുംദുമൊക്കെ പാടിയില്ലേ, അതായത് നമ്മുടെ ഒരു സുഹൃത്താണ്, അസാധ്യ മ്യൂസിഷ്യനാണ്. ഈ അവസരങ്ങളും ഒന്നും ചോദിക്കാതെ വലിയ സിംഗറായി മാറാതെ പോയ ഒരാളാണ് ദിനേഷ്. ഇപ്പോഴും ദിനേഷിൻ്റെ സോങ്ങിൻ്റെ ഡൈനാമിക്സൊക്കെ അതൊരു മ്യൂസിഷ്യന് പെട്ടെന്ന് മനസ്സിലാവും. അസാധ്യമാണ്. എല്ലാം പാടും. മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, ദാസേട്ടൻ, ജയേട്ടൻ ഏത് പാടിയാലും അത്തരം സംഗതികളും ആ ഫീലും അദ്ദേഹത്തിൻ്റെ സോങ്ങിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതേയാണ് എൻ്റെ മനസ്സിൽ വന്നത്, പുള്ളിയെ സ്ഥിരം സിംഗറാക്കാം, ഒരാൾ വേണമല്ലോ. അങ്ങനെ ദിനേഷിനെ വിളിക്കുന്നത്, എന്നാച്ചി ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നമ്മൾ സെയിം ഏജാണ്, എന്നാച്ചി ഇങ്ങനെ ഒരു സംഭവമുണ്ട് നമുക്ക്. ആ പുള്ളിക്ക് വലിയ സന്തോഷം. പുള്ളി
പുള്ളി അവിടുത്തെ അറിയപ്പെടുന്ന റെക്കോർഡിസ്റ്റാണ്. ഒരുപാട് വലിയ ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. സംഗീത സഹായിയായിരുന്നു പുള്ളി. ബോംബെ രവി സാറ്, സലിൽദയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയോ കാലം രാജാ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പം വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. വിദ്യാസാഗറിൻ്റെ നമ്മൾ മലയാളത്തിൽ ഭയങ്കര ഹിറ്റായ ഒരു പാട്ട് തമിഴിൽ അദ്ദേഹം പാടിയിരിക്കുന്നത്. അങ്ങനെ കുറേ അധികം പാട്ടുകളും പാടിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ സിംഗറാക്കിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. അപ്പോൾ ഈ ഐഡിയ പറഞ്ഞപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാമല്ലോ, ഈ ഓൾഡ് സ്കൂളിൽ എന്ന് പറഞ്ഞ് നടക്കുന്നതിനെക്കാട്ടിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം ഇതിനുണ്ടല്ലോ കോടമ്പക്കം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഞാൻ അതിനൊരു മ്യൂസിക് ഉണ്ടാക്കി, ഒരു ഇൻട്രോ മ്യൂസിക്. മറ്റേ തങ്കരാജ് എന്ന് പറഞ്ഞിട്ട് തങ്കചേട്ടൻ വലിയ കീബോർഡിസ്റ്റാണ് അദ്ദേഹം. ഇപ്പോൾ പഠിപ്പിക്കലും ഇതൊക്കെ ആയിട്ടാണ്. അപ്പോൾ അദ്ദേഹവും അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആദ്യം എനിക്ക് മനസ്സിൽ വന്നത്. അതുപോലെ ജോബോയേട്ടൻ ഡ്രംസ്. അപ്പോൾ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു അതിനകത്ത് വെച്ചിട്ടാണിത് സത്യത്തിൽ. അപ്പോൾ ഒരു 1.5 മാസത്തെ പ്രാക്ടീസൊക്കെ ഇട്ട് ആണിത് ചെയ്യുക. ആദ്യത്തെ ഷോ ലോഞ്ച് ചെയ്ത JT പാക്കിലാണ് ലോഞ്ച് ചെയ്തത്. ഭയങ്കര ഷോ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ റീൽസൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോഴത്തേക്കും ഇത് ഭയങ്കര ഹിറ്റായി. പിന്നെ ഭയങ്കര ഹിറ്റായി. അപ്പം മനോരമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ഈ കോടമ്പക്കം എന്ത് കോൺസെപ്റ്റ്, ഇപ്പം രാജാ സാറിൻ്റെ മാത്രം പാട്ടുകൾ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. എന്ത് വേണം ചെയ്യാം. ദേവരാം മാഷ് മാത്രമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അത് രവീന്ദ്രൻ മാഷ് വരെയുള്ള പാട്ടുകളേ ഉള്ളൂ അതിനകത്ത്. അതിന് ശേഷമുള്ള പാട്ടുകൾ അതിനകത്തില്ല. അപ്പം പഴയ കാലത്തെ ഒരു മിഡിൽ ആ കാലഘട്ടം വരെയുള്ള പാട്ടുകൾ സംഗീതത്തിൻ്റെ ഒരു സുവർണ്ണകാലം കറക്റ്റ്, സുവർണ്ണകാലം. അത്തരം പാട്ടുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മനോരമയ്ക്ക് വേണ്ടി നമ്മൾ ജലം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് ആക്ച്വലി ചെയ്തത്. വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട പഴയ പാട്ടുകൾ. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏത് തലത്തിലും ചെയ്യാൻ പറ്റും, ഭയങ്കര ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഒരു പ്രാവശ്യം ബാലു സാറിനെ വെച്ചിട്ടൊരു ഷോ ചെയ്യണമായിരുന്നു. ഞാൻ പെട്ടെന്ന് ബാലു സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനൊരു ബാൻഡുണ്ട്, അത് ചെയ്യുന്ന ഇത്തരം പഴയ പാട്ടുകൾ ആണ്. കോടമ്പക്കം എന്ന് പറഞ്ഞപ്പോൾ സാറ് ഭയങ്കരമായിട്ട് ചിരിച്ചു. കോടമ്പക്കം എന്നാണ് ബാൻഡിൻ്റെ പേരെന്ന് പറഞ്ഞപ്പോൾ സാറ് ഭയങ്കരമായിട്ട് ചിരിച്ചു. അത് കൊച്ചിയിലാണ് ചെയ്തത്. അത് ഭയങ്കര ഹിറ്റായി. ആ പരിപാടി ഭയങ്കര ഹിറ്റായിരുന്നു. അതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സീക്വൻസിങ് ഒക്കെ ഉണ്ടല്ലോ, അത് മൊത്തം ലൈവാണ്. സീക്വൻസിങ് ഒന്നുമില്ല. ലൈവ് പരിപാടിക്ക് സീക്വൻസിങ് ഇല്ല. എല്ലാവരും വായിക്കുകയാണ് ചെയ്യുന്നത്, സീക്വൻസിങ് ഇല്ല. ആ പരിപാടിയില്ല. അങ്ങനെ ശരിക്കും അതിനാണ് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തത്. ലൈവായിട്ട് പ്ലേ ചെയ്യുക എന്നുള്ളതാണ്, അങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള ബാൻഡുകളൊക്കെ ലൈവല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലൊരു സാധനമാണ്. പിന്നെ ഇടയ്ക്കൊന്നും അത് ബ്രേക്കായിപ്പോയി. അത് വീണ്ടും അത് ചെയ്യണം. കോടമ്പക്കം വീണ്ടും അത് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ പേര് ഭയങ്കരമായിട്ട് പോപ്പുലറായി. പിന്നെ ഞാൻ വേറൊരു ബാൻഡ് ഉണ്ടാക്കി, ഒരു ഫ്ലൈയിങ് എലിഫൻ്റ് എന്ന് പറഞ്ഞ് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ബാൻഡ് ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ആയിട്ടിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ പഴമ അത് എന്നും നിലനിൽക്കുന്നൊരു സാധനമാണ്. അതിന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അത് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ്. കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അത് അറിയാമല്ലോ, രജിക്കും അറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണല്ലോ ചിത്രശേഷിക്കൊക്കെ എത്രത്തോളം തിരക്കാണ്. അവരെയൊക്കെ പാട്ടുകൾ ഇപ്പോഴും അതിനപ്പുറം ഒന്നുമില്ല, അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. അതാ പ്രശ്നം. ഇടയ്ക്ക് തന്നെ MG ശ്രീകുമാറിൻ്റെ നമ്മുടെ തുടരുമില്ല ആ ഒരു പാട്ട് ആ പഴമയ രീതിയിൽ വന്നപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അതെ. അപ്പം മെലഡി എപ്പോഴും നിലനിൽക്കും, അത് സത്യമാണ്. ചേട്ടാ, അതുപോലെ തന്നെ ഇളയരാജ വെച്ച് ട്രിവാൻഡ്രത്ത് ഒരു വലിയ ഇവൻ്റ് സംഘടിപ്പിച്ചു. ആ ഇളയരാജയുമായിട്ടുള്ള ആ അടുപ്പവും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഒന്ന്. രാജാ സാറുമായിട്ട് അങ്ങനെ വലിയ അടുപ്പം ഇല്ല. രാജാ സാറിനെ ഞാൻ ആദ്യം കാണുന്നത് ഈ സലിൽ ചൗധരി ഒരു ഫൗണ്ടേഷനുണ്ട്, കൽക്കട്ടയിലാണ്. അവരുടെ മകളും മകനും വൈഫും ഒക്കെ ചേർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫൗണ്ടേഷനിൽ ഉള്ള ഷാജി എന്ന് പറഞ്ഞിട്ട്, ഷാജി ശരിക്കും റൈറ്ററാണ്, ഇപ്പം ആക്ടറാണ്. പുള്ളി തമിഴിലെ കുറേ പടത്തിൽ ആക്ടറാണ്. ഷാജി നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്. ഷാജി ഫൗണ്ടേഷനിലുള്ളതുകൊണ്ട് എന്നെക്കൊണ്ടാണ് അന്ന് ആ ഷോ അവിടെ കോർഡിനേറ്റ് ചെയ്തത്. ചെന്നൈയിൽ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. ചെന്നൈയിൽ അന്ന് ശരിക്കും വിളക്ക് കൊളുത്താൻ രാജാ സാറാണ് വന്നത്. രാജാ സാറിന് വലിയ ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. സൽദയുടെ മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത ഹിന്ദുസ്ഥാനിയും ഫോക്കും വെസ്റ്റേൺ മ്യൂസിക്കും കൂടെ മിക്സാണ്. അത് മലയാളത്തിൽ ആദ്യം അദ്ദേഹമാണ് സത്യത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മ്യൂസിക്കിനോട് വലിയ താല്പര്യമാണ് രാജാ സാറിന്. അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അപ്പോൾ അന്ന് കുറേ നേരം ഇരുന്നു, പോയി പരിചയപ്പെടുകയൊക്കെ ചെയ്തു ഞാൻ. അദ്ദേഹം മൊത്തം ഷോയും
കഴിഞ്ഞിട്ടാണ് പോയത്. ഞാൻ തന്നെ കണ്ടക്ട് ചെയ്ത് ഷോ. അപ്പം പല സ്ഥലത്തു നിന്ന് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹിന്ദി പാട്ടുകളും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ചിത്ര ചേച്ചിയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഒരു ട്രസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ട് റൈസിങ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വെച്ചിട്ടൊരു സാധനം റജിക്കറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 2 മ്യൂസിക് ഡയറക്ടേഴ്സ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 മ്യൂസിക് ഡയറക്ടേഴ്സ്, ഒന്ന് സലിതയും മറ്റത് രാജാ സാറുമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റാരും ഉള്ളു. അപ്പോൾ രാജാ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ ഞാനൊന്ന് രാജാ സാറിനെ റിസീവ് ചെയ്യാൻ ഞാനാണ് പോയി എയർപോർട്ടിലേക്ക് പോയി വന്ന് അദ്ദേഹം അതൊക്കെ കണ്ടിട്ട് ഓർക്കസ്ട്രയൊക്കെ അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര ഷോ ആയിരുന്നു അത്. അദ്ദേഹം വന്നിട്ട് നിശാഗന്ധിയിലാണ് നടന്നത്. അപ്പോൾ നല്ല അന്ന് ബാലിസാറും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഷോ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് രാജാ സാറിൻ്റെ ബാൻഡിൽ ഓർക്കസ്ട്രയിൽ ഈ വയലിൻസിൻ്റെ ഒരു കോർഡിനേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് വിജയേട്ടൻ, ചിത്ര ചേച്ചിയുടെ ഹസ്ബൻഡ് വിജയേട്ടൻ പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നു. ഞാനല്ല വിളിച്ചത്, എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് ശരിക്കും. അങ്ങനെ ഞാനൊരു 3 ദിവസം പോയി അവിടെ. സാധാരണ ഈ രാജാ സാറ് ഈ കരയുള്ള മുണ്ടൊന്നും കൊടുക്കത്തില്ല, സാധാരണ വെള്ള മുണ്ടേ കൊടുക്കത്തില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് ഈ കരകൾക്കടയിൽ നിന്നൊരു കരയുള്ള മുണ്ടൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ട് പക്ഷേ അത് വാങ്ങിച്ചു. ഞാൻ അതൊക്കെ കൊടുത്ത് തൊട്ടൊക്കെ തൊഴുതു. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വലിയ ഭാഗ്യങ്ങൾ കിട്ടിയ ഒരാളാണ്. ഈ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടിയ ഒരാളാണ്. പിന്നെ അതുപോലെ എ ആർ റഹ്മാനുമായിട്ടും ഷോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞു. എ ആർ റഹ്മാൻ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം പാട്ടുകൾക്കൊക്കെ വായിക്കുമായിരുന്നല്ലോ. അങ്ങനെ തരംഗിണി തുടങ്ങിയ ശേഷം തരംഗിണിയിൽ വന്ന് ദിലീപായിരുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം വായിച്ചിട്ടുണ്ട്. രവീന്ദ്ര മാഷും ഓരോരൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ മാത്രം അവിടെ നിന്ന് കൊണ്ടുവന്ന് ബാക്കി ഇവിടെ നിന്നുള്ള മ്യൂസീഷ്യൻസിനെ വെച്ചിട്ട് റെക്കോർഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കേട്ടറിയാം. പിന്നെ ഈ പടമൊക്കെ കഴിഞ്ഞ ശേഷമാണല്ലോ അദ്ദേഹത്തിൻ്റെ ആദ്യ പടം കഴിഞ്ഞ ശേഷമാണ് എ ആർ റഹ്മാനായി മാറുന്നത്. പിന്നെ അദ്ദേഹവുമായിട്ട് സഹകരിക്കാൻ കിട്ടുന്ന അവസരം ഈ യേശുദാസ് അവാർഡ് എ ആർ റഹ്മാന് കൊടുത്ത ആ സമയത്താണ് ആക്ച്വലി അദ്ദേഹമായിട്ട് അടുത്ത് കണ്ട് ഇടപെടാൻ പറ്റുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ പരിപാടി ആയതുകൊണ്ട് നോർത്തിൽ നിന്നൊക്കെ സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അത് മൊത്തം ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്തതും കണ്ടക്ട് ചെയ്തതും ഞാൻ തന്നെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി സംസാരിച്ചു. പിന്നെ ചെന്നൈയിലുമൊക്കെ പല പ്രാവശ്യം കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേട്ടാ, ഈ യേശുദാസ്, ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ, ചിത്ര, സുജാത, വേണുഗോപാൽ, അങ്ങനെ എല്ലാവരുമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് സ്റ്റേജ് ഷോയ്ക്കല്ല. ആ അനുഭവങ്ങൾ ഞാൻ ഡ്രമ്മറായിരിക്കുന്ന സമയത്ത് തന്നെ നല്ല അടുപ്പമുണ്ട്. എല്ലാവരുടെയും വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അത് ജേട്ടനെയൊക്കെ അന്ന് ജേട്ടൻ്റെ ഗാനമേളകളുണ്ട്, പി ജയചന്ദ്രൻ ഗാനമേള. അപ്പം നമ്മളുണ്ട്, നമ്മുടെ ഓർക്കസ്ട്രയൊക്കെ വായിക്കുന്ന സമയത്ത്. അന്നൊക്കെ സത്യത്തിൽ ഭയമായിരുന്നു. ഞാൻ അതിനു മുമ്പ് ദേവരാം മാഷുടെ ട്രൂപ്പിൽ വായിക്കുന്ന സമയത്ത്, ട്രൂപ്പിൽ സ്ഥിരം അല്ല എന്നാലും അദ്ദേഹം പിന്നെ ചെയ്യുന്ന പരിപാടികളിൽ ജേട്ടനുണ്ട്. ഞാനപ്പോൾ പല പരിപാടിക്കും പങ്കെടുത്തിട്ടുണ്ട് ദേവരാം മാഷുടെ. അപ്പോൾ നമ്മൾ ഈ ഭയഭക്തി ബഹുമാനമാണ് ഇവരടുത്തൊക്കെ, ദാസേട്ടനായാലും ജേട്ടനായാലും ഒക്കെ. പിന്നെ ഒരു പ്രത്യേക ടൈപ്പാണ്, ഭാവമാണ്. വളരെ നല്ല മനസ്സിലധികം കള്ളമൊന്നും ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് സത്യത്തിൽ ചേട്ടന് തോന്നിയിട്ടുള്ളത്. എത്രയോ ഷോസ് റജിക്കും അറിയാം, ഞാൻ എത്രയോ ഷോസ് അദ്ദേഹത്തിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വായിക്കുന്ന സമയത്ത് സത്യത്തിൽ എനിക്കൊരു ഭയവുമുണ്ട്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാൽ ഈ തിരിഞ്ഞൊരു നോക്ക്, ചുമ്മാ ഒന്ന് നോക്കേ ഉള്ളൂ, തിരിഞ്ഞൊക്കെ നിൽക്കും പുള്ളി. അപ്പോൾ നമുക്ക് സത്യത്തിൽ പേടി വരും. നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഷോസ് ഞാൻ ചെയ്തു തുടങ്ങിയ ശേഷം പിന്നെ നല്ല അടുപ്പമായി. വല്ലപ്പോഴൊക്കെ വിളിക്കും. ഇപ്പോഴത്തെ ടൈപ്പ് ഫോണൊന്നും അദ്ദേഹം ഉപയോഗിക്കത്തില്ല. വിളിച്ചാൽ ചിലരുടെ നമ്പർ മാത്രം അറിയാം, ചില സമയത്ത് എടുക്കത്തില്ല. പക്ഷേ പല സമയത്തും പിന്നെ എന്നെ വിളിക്കുമായിരുന്നു. രാവിലെ വിളിച്ചാൽ എന്തൊക്കെയുണ്ട്, പരിപാടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അത് വലിയൊരു അടുപ്പം സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം അവസാനം കാലങ്ങളിലൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ നമ്മുടെ ഒരു ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, ചേട്ടനെ വിളിച്ച് പറഞ്ഞാൽ ചേട്ടൻ തന്നെ പറയും, എപ്പോഴെങ്കിലും പറയും, അത് എപ്പോഴെങ്കിലും അദ്ദേഹം തിരിച്ചു വിളിക്കും. അതുപോലെ തന്നെ ചിത്ര ചേച്ചിയുടെ കൂടെയൊക്കെ കുറേ കാലം ഞാൻ വായിച്ചിരുന്നു. ശ്രീകുട്ടൻ്റെ കൂടെ വായിക്കുന്ന സമയത്താണ് ഞാൻ സത്യത്തിൽ ഈ പ്ലേയിങ് അങ്ങോട്ട് മാറ്റി ഈ ഫുൾ ടൈം കോർഡിനേഷൻ ഡയറക്ഷനിലോട്ട് പോയത്. 2000-ന് ശേഷം 2003-2004 വരെയൊക്കെ ഞാൻ ഏഷ്യാനെറ്റ് അവാർഡ്സൊക്കെ ചെയ്തിരുന്നു. ആ സമയത്തൊക്കെയാണ് ഈ പ്ലേയിങ് സത്യത്തിൽ നിർത്തേണ്ടി വന്നു.
ഇതിലോട്ട് ആയി. പിന്നെ ഇതുവരെ സ്റ്റേജിൽ വായിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഗസൽ ഷോയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഗസൽ ഷോസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ബഹ്റിനിൽ പങ്കജ് ഉദാസിൻ്റെ അദ്ദേഹം ഒരു ഷോ പെട്ടെന്ന് അവർ ആവശ്യപ്പെട്ടതായിരുന്നു, ഇദ്ദേഹത്തിന് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോ ചെയ്തിരുന്നു. പിന്നെ ഗസൽസ് അവിടുന്ന് പിന്നെ അധികം അങ്ങനെ ആരുടെയും ചെയ്തിട്ടില്ല. ഹരിസാറിൻ്റെ ചെയ്തിട്ടുണ്ട്. ഹരിസാറിൻ്റെ പല പല പ്രൊഡക്ഷനുണ്ട്. സോൾ ഇന്ത്യ എന്ന് പറയുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സാധനമാണ്. പിന്നെ ഗസൽ മാത്രമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട്, ഗാനമേള മാത്രമായിട്ട് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ട്. പല കണ്ടൻറ്റ് വ്യത്യാസം അനുസരിച്ച് പേരുമൊക്കെ വ്യത്യാസം വരും. ഒരു നല്ല ഗായകനാണ് ചേട്ടൻ. അപ്പോൾ ഈ ഇത്രയും ഒത്തിരി സംഗീത സംവിധായകരുമായി എല്ലാം അടുപ്പമുണ്ട്. ആരെങ്കിലും പിന്നണി ഗായകനെ ഈ വിളിച്ചിട്ടുണ്ടോ? അല്ല, നല്ലൊരു പാട്ടുകാരനെന്ന് പറയാൻ പറ്റില്ല. പാട്ട് പാടണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. പാട്ട് ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ കേൾവി ജ്ഞാനം ഭയങ്കരമായിട്ടുണ്ട്. ഏത് പഴയ പാട്ട് ചോദിച്ചാലും ഞാൻ പറയും. അതിൻ്റെ പല്ലവി എനിക്ക് പാടാനും പറ്റും. പഴയ പാട്ടുകൾ ഏത് പറഞ്ഞാലും എനിക്ക് പാടാൻ പറ്റും. പക്ഷേ അതൊരു അത്രത്തോളം പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും എന്നുള്ള സമയം ഉണ്ടായിട്ടില്ല പിന്നെ. അപ്പോൾ അതുകൊണ്ട് നല്ല ഗായകനെന്ന് പറയാൻ പറ്റില്ല. ഈ കോവിഡ് സമയത്താണ് ചുമ്മാ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പാട്ട് ചുമ്മാ റീലൊക്കെ എടുത്തിട്ടൊന്നേ ഉള്ളൂ. അതിനകത്ത് രസകരമായ സംഭവമുണ്ട്. ഞാൻ ആദ്യം ഈ ഒന്നിന് ശ്രുതി താഴ്ത്തി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഞാൻ ചുമ്മാ പാടിയിട്ട് ചുമ്മാ ചേട്ടൻ അയച്ചു കൊടുത്ത് ട്രാക്ക്. ഞാൻ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട് ചേട്ടനാണ് ചേട്ടൻ അയച്ചത്. എന്നിട്ട് പിന്നെ വിളിക്കുമ്പോൾ കൊള്ളാമല്ലോ പാടിയത്, അയാൾ ഇനി പാടണം. ഞാൻ പറഞ്ഞു ചുമ്മാ വെറുതെ പാടിയാണ് ചേട്ടാ, ഈ സമയമുണ്ട് അതുകൊണ്ട് ചുമ്മാ പാടി ചേട്ടൻ കേൾക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അയച്ചു തന്നാണ് പറഞ്ഞത്. എനിക്ക് ചേട്ടൻ്റെ ഈ അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന കുറേ ആ പാട്ടൊക്കെ ദൂരദർശനിലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. സത്യത്തിൽ അനുകരിക്കാൻ പറ്റാത്ത സിംഗർ ചേട്ടനാണ്. പാട്ടാർക്കും പാടാൻ പറ്റും നോട്ട് വെച്ചിട്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ കുറേ സാധനങ്ങൾ ആ സോങ്ങിൽ കാണും. അത് അനുകരിക്കാൻ പറ്റുന്നതേ അല്ല. നമ്മൾ എല്ലാത്തിനും ഒരു ആത്മാവുണ്ടെന്ന് പറയില്ലേ പാട്ട്, അത് വേറെയാണ്. ഒരിക്കലും ആർക്കും അത് അനുകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ദാസേട്ടൻ്റെ ഒക്കെ പിന്നും പറ്റും, ഇദ്ദേഹത്തിൻ്റെ വലിയ പാടാണ്. അപ്പോൾ ഞാൻ ചുമ്മാ അയച്ചു കൊടുത്തിട്ട് ആദ്യം കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ചുമ്മാ നിങ്ങൾ ഇനി പാടണോ എന്നൊക്കെ പറഞ്ഞു, എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം 2-3 പാട്ടൊക്കെ ഞാൻ പാടിയിട്ടു. അല്ല, അതൊക്കെ നമ്മൾ കണ്ടിരുന്നു, കുറച്ച് നല്ല പാട്ടുകളുണ്ടായിരുന്നു. അല്ല, പാട്ട് മനസ്സിലുണ്ട്. അതെന്താ അറിയുമോ, നമ്മൾ പാട്ടുകാരനല്ലെന്ന് ഞാൻ പറഞ്ഞത്, മനസ്സിൽ നമുക്ക് എല്ലാം ഉണ്ട്, കൃത്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ചേട്ടാ, ജയേട്ടൻ്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടിൻ്റെ 2-3 വരി നമുക്ക് വേണ്ടി പാടും. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. എന്തൊരു പാട്ടല്ലേ അത്! ചേട്ടൻ്റെ അത് നമുക്ക് വരത്തേയില്ല, ആർക്കും വരത്തില്ല. അത് അസാധ്യ സിംഗറാ. അതുപോലെ ചേട്ടൻ്റെ ദേവരാം മാഷിയുടെ ദൂരദർശനിൽ ചേട്ടൻ പാടിയ വേറൊരു പാട്ട്, അത് ഒന്നിന് ശ്രുതി ആഴ്ചയല്ല, വേറൊരു പാട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നിന് ശ്രുതി ആഴ്ച ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് നമുക്ക് 2 വരി പാടിത്തരാമോ? ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, നിന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. എന്തൊരു പാട്ടല്ലേ! പണ്ട് എനിക്ക് തോന്നുന്നു ഈ ചാനലുകളുടെയൊക്കെ ഇത്രയും അതിപ്രസരം ഉണ്ടാകുന്നതിന് മുമ്പേ, ഈ ചിത്രഗീതമൊക്കെ വരുന്നതിന് മുമ്പേ, വാർത്ത കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈ പാട്ട് വരും. അല്ല, പണ്ട് ലളിതഗാനങ്ങൾ നമ്മുടെ റേഡിയോ വഴിയിട്ടല്ലേ എത്രയോ പാട്ടുകൾ സിനിമാ ഗാനങ്ങളെക്കാട്ടിൽ ഹിറ്റായ എത്രയോ ലളിതഗാനങ്ങളുണ്ട്. ചേട്ടാ, അത് പറഞ്ഞപ്പോഴേ ചേട്ടാ, ഈ MG രാധാകൃഷ്ണൻ സാറുമായിട്ടുള്ള എന്ന് വെച്ചാൽ ലളിതഗാനത്തിൻ്റെയൊക്കെ ഏറ്റവും നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. രാഷൻ ചേട്ടന് അടുത്തറിയുന്ന ഒരാളാണ്. രാഷൻ ചേട്ടൻ ഈ പറഞ്ഞ പോലെയാണ്, അസാധ്യ സംഗീതജ്ഞൻ, കമ്പോസർ. അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ സ്റ്റേജ് ഷോസിനൊക്കെ ഞാൻ ആദ്യം സ്റ്റേജിൽ കണ്ടക്ട് ചെയ്യുന്ന ഷോ സത്യത്തിൽ MG രാധാകൃഷ്ണൻ ഷോയാണ്. അത്
ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് ചെയ്തിട്ടാണ് ശരിക്കും. അതാണ് സത്യത്തിൽ ഇപ്പോൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഷോ, മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്ന ഷോ അതാണ്. അപ്പം ചേട്ടാ നീ കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ നിന്ന് തന്നെ, ആ സ്റ്റേജിൽ നിന്ന് തന്നെ ഓഡിയൻസിൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രം വെച്ചിട്ട്. MG രാധാകൃഷ്ണൻ നൈറ്റായിരുന്നു അത്. ചേട്ടനൊക്കെ വളരെ അടുപ്പമുള്ള ആളാണ്. ഞാൻ അവിടെ ആ കുടുംബത്തിലെ മിക്കവരുമായിട്ടും സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട്. ഞാനതാ പറയാൻ പോയത്. അവിടെ പഴയ ചേട്ടൻ്റെ കൂടെ ശ്രീകുട്ടൻ്റെ കൂടെ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അവിടെയാണ് റിഹേഴ്സലൊക്കെ, മേടയിൽ ഹൗസിലാണ്. അന്ന് ശ്രീകുട്ടൻ്റെ ഓഫീസും അവിടെയാണ്, ഒരു ഓഫീസ് റൂമുണ്ട്. അതിനിപ്പുറത്ത് ആ കയറുന്ന സ്ഥലത്താണ് നമ്മൾ പ്രാക്ടീസ്. അമ്മയൊക്കെ ഉണ്ടെന്ന്. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിലാണ് രാധാകൃഷ്ണൻ ചേട്ടൻ താമസിക്കുക, ടീച്ചർ ബാക്കിൽ. കുടുംബമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ട്. ഇപ്പോൾ പുതിയ തലമുറ ഹരിയായിട്ട്, ഹരിയുടെ ഷോ ഞാനിപ്പം ഡൽഹിയിൽ ചെയ്തു ഇപ്പോൾ റീസെൻ്റായിട്ട്. ഹരിയൊക്കെ അത് ഒരു പാരമ്പര്യമായിട്ട്. അതെ. ഈ കോവിഡ് സമയത്ത് ഒരുപാട് ഷോസും അങ്ങനെയൊന്നുമില്ലാതെ ഏകദേശം 2 വർഷത്തോളം ഏത് മേഖലയിലായാലും ഭയങ്കരമായ ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. അത് ഈ ഷോ ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെ അത് ബാധിച്ചിരുന്നു? എല്ലാ കലാകാരന്മാരെയും എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്നെയും വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നൊരു ഇതിലോട്ട് കൊണ്ടുപോയി. 2 വർഷം കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. അതെല്ലാം ഈ ഓൺലൈൻ വഴിയായി, പരിപാടികൾ, മീറ്റിങ്ങുകളെല്ലാം ഓൺലൈനായ ഒരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നപ്പോൾ, ഇതെല്ലാം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ ഈ മെഗാ ഷോകൾ ആണല്ലോ, നമ്മൾ അത്തരം വലിയ ഷോസാണ് ആ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അത് പാടെ ഇല്ലാതെ, അതിനെക്കുറിച്ച് ആരും ആലോചിക്കാത്തൊരു കാലം വന്നു. പിന്നെയാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്, ചെറിയ ചെറിയ ഷോസായി മാറുന്നത്. പിന്നെ നമ്മൾ നിന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് താഴോട്ട് വരിക എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും അതിൻ്റേതായ, ഇപ്പോൾ എല്ലാ ഇവൻറ്റ്സിനും അവിടെ കുറേ ആളുകളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരു ഷോ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞനായതുകൊണ്ടൊക്കെയാണ് നമുക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റിയെന്ന് എനിക്ക് പിന്നെ തോന്നിയത്. പിന്നെയാണ് ഇത്തരം പ്രൊഡക്ഷനുകളായത്. ഇപ്പം ബാൻഡുകൾ, അതിനൊരു പേര്, അതിൻ്റെ കണ്ടൻറ്റിനൊരു പ്രത്യേകതയൊക്കെ ആയി തുടങ്ങിയത് അതിന് ശേഷമാണ്. ശരിക്കും സ്ട്രഗിൾ ചെയ്തിരുന്നു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷേ ഭാഗ്യം തിരിച്ചു വന്നു എന്നുള്ളത് വലിയൊരു. അതുപോലെ ഒത്തിരി മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന ഒരുപാട് സംഘടനകളിലൊക്കെ അംഗമാണ്. അതിനെക്കുറിച്ചൊക്കെ, ആ സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും. ചിത്ര ചേച്ചിയുടെ 25 വർഷം സെലിബ്രേറ്റ് ചെയ്ത്, 30 വർഷം സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അങ്ങോട്ട് ചേച്ചിക്ക് ഈ സെലിബ്രേഷനൊന്നും അങ്ങനെ താല്പര്യമുള്ള ഒരാളല്ല, അറിയാമല്ലോ. അപ്പോൾ ചേച്ചിയെ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെ എനിക്കായിരുന്നു ആ ദൗത്യമൊക്കെ. അത് സത്യത്തിൽ രാജകുമാറിൻ്റെ ഐഡിയയാണ്. രാജീവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് വെറുതെ ഒരു ഷോ ചെയ്യണ്ട, എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഫണ്ട് ചിത്രയുടെ പേരിൽ ഉണ്ടാക്കിയിട്ട് സംഗീതം പഠിക്കുന്ന കുട്ടികളെ സഹായിക്കാം. അപ്പോൾ ഇത് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ആ ഷോ നടക്കുന്നത്. അന്ന് സ്നേഹ എന്ന പേരൊക്കെ ഇട്ടിട്ട് നമ്മൾ തുടങ്ങിയല്ലോ. അത് കഴിഞ്ഞിട്ടാണ് അൺഫോർച്ചുനേറ്റ്ലി മോളുടെ ഇതും, അങ്ങനെയാണത് സ്നേഹനന്ദന എന്നാക്കിയത്. ഞാനതിൻ്റെ റജിയാണല്ലോ അല്ലേ എന്നറിയാമല്ലോ, അതിൻ്റെ ട്രസ്റ്റ് മെമ്പറും ഒക്കെ ആയി. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഒരു മ്യൂസിക് ഫ്രട്ടേണിറ്റി ഇവിടെ ഉണ്ട്. ഞാൻ മ്യൂസിക് ഫ്രട്ടേണിറ്റിയുടെ മെമ്പറാണ്, ഫിലിം ഫ്രട്ടേണിറ്റിയുടെ മെമ്പറാണ്. ഇതൊക്കെ നടക്കുന്ന സമയത്ത്, അതായത് കോവിഡ് സമയത്ത്, ഈ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞില്ലേ പണിയില്ലാതായിപ്പോയി. അപ്പോൾ ഈ ചെറിയ സ്റ്റേജ് ഷോകളിലൊക്കെ പാടുന്ന ഒരുപാട് കലാകാരന്മാർ പട്ടിണിയായിപ്പോയി. വേറെ ഒരു തൊഴിലും അറിയത്തില്ല. ഇപ്പോൾ ഒരു ഗാനമേളയിൽ പാടുന്ന ഒരു സിംഗർക്ക് വേറെ എന്താ തൊഴിലറിയാവുന്ന, അയാളുടെ പാട്ടല്ലേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. അത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് കൂടി. സ്റ്റീഫനും നമ്മളൊരു 18 പേരായിരുന്നു ആദ്യം, എല്ലാ ജില്ലയിൽ നിന്നും ഓരോരുത്തർ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ വഴി മീറ്റിംഗ് കൂടിയിട്ട് ഓൺലൈൻ വഴി തന്നെ കുറേ ഷോസൊക്കെ ഇവിടെ ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കി, കാഫ് എന്ന് പറഞ്ഞിട്ട്, കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി. അപ്പോൾ അതുവഴി അതിപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് നല്ല ഇൻഷുറൻസ് വരെയുണ്ട്, ഇൻഷുറൻസ് പരിരക്ഷ വരെയുണ്ട് അതിലെ മെമ്പേഴ്സിന്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ അങ്ങ് പോവും. അത് ചെയ്യണമല്ലോ, നമ്മളെപ്പോലുള്ളവർ അത് ചെയ്യണമല്ലോ, തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ കൂടുതലും
ഇപ്പോൾ എല്ലാ മേഖലയിലും സഹായങ്ങൾ എത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മ്യൂസിക് സംഗീതവും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട കാരണം ഒരുപാട് നല്ല ആൾക്കാർ പ്രശസ്തരാവാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മളിപ്പം രചിക്കറിയാമല്ലോ, നമ്മുടെ ചേച്ചിയുടെ ട്രസ്റ്റ് വഴി തന്നെ അത് വലിയ പലരും അറിയാത്തൊരു കാര്യമാണ്. എത്ര പേർക്ക് പെൻഷൻ പ്ലാനാണത്, ആജീവനാന്ത പെൻഷനാണ്. ഒരാളിന് ഒരു മാസം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസാനം വരെ അത് കൊടുക്കും. അപ്പോൾ അത് കിട്ടിയവരൊക്കെ അപ്പം ഈ അടുത്ത കാലത്ത് ഒരാളിന് കൊടുത്തിട്ട് അദ്ദേഹം ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അപ്പം തബലിസ്റ്റും ഇതൊക്കെയാണ്, ജോലി ചെയ്യാൻ വയ്യ. സാധാരണ കുടുംബം, മക്കൾ രണ്ടും സാധാരണ ജോലി, സത്യത്തിൽ മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ പോലുമില്ല. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് 1-ാം തീയതി കറക്റ്റ് ഇത് അവരുടെ അക്കൗണ്ടിൽ എത്തുമല്ലോ എല്ലാ മാസവും. അത് കഴിഞ്ഞിട്ട് ഇവർ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അവരുടെ സന്തോഷവും അവരുടെ ഇത് പറഞ്ഞറിയിക്കുമ്പോഴേ നമുക്ക് വല്ലാത്തൊരിത് വരും. അത് വലിയ അതാണ് നമ്മുടെ സന്തോഷം. അത് വലിയ കാര്യമല്ലേ. അവരെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും, ചേച്ചിക്കുണ്ടാവും, ഇത് ചെയ്യുന്ന റജിക്ക് എനിക്കുമൊക്കെ ഉണ്ടാവും. അതൊരു വലിയ സന്തോഷമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതൊന്നും അറിയാത്ത എത്രയോ കാര്യങ്ങൾ, എന്തിനാ ആളുകളെ അറിയിക്കുന്നത്, അറിയാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും ചെയ്യുന്നുണ്ട്. അതുപോലെ ഒത്തിരി വിദേശ ഷോകൾ ചെയ്തിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു ഭയങ്കര രസകരമായ ഒരു അനുഭവമുണ്ടോ വിദേശ ഷോകൾ ചെയ്തപ്പോഴും? രസകരം എല്ലാ വിദേശ ഷോകളും രസകരം തന്നെയാണ്. ഞാനെപ്പോഴും അതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കിയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. യാത്രകളും എന്ത് പ്രതിസന്ധി വന്നാലും അതൊക്കെ വേറൊരു തരത്തിലെടുത്ത് എൻജോയ് ചെയ്യും. അങ്ങനെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ലാൽ സാറിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഒക്കെ സഞ്ചരിക്കുമ്പോൾ മൊത്തം തുടങ്ങുന്ന തൊട്ട് കൊടുക്കാൻ വളരെ രസമായിരിക്കും. തമാശകളും ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. എല്ലാം ഇടയ്ക്ക് മഞ്ജു വാര്യരുമായിട്ടൊക്കെ ഒരു ഓസ്ട്രേലിയൻ ഷോ എന്തോ ഇല്ലായിരുന്നു കേട്ടോ? ആക്ച്വലി അത് ലാൽ സാറിനെ വെച്ചിട്ട് ആദ്യം പ്ലാൻ ചെയ്തതാണ്. പിന്നെ അത് ടെക്നിക്കലി വേറെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പിന്നെ മാറിയത് ഇങ്ങനെ ആയതാണ്. അപ്പം മഞ്ജു ഒക്കെ ആയിട്ട് നല്ല അടുപ്പമാണ്. നല്ല ഷോ ആയിരുന്നു കേട്ടോ, ഓസ്ട്രേലിയൻ ഷോ. അത് മറക്കാൻ പറ്റാത്ത ഷോയാണ് മഞ്ജു ആയിട്ട്. എല്ലാവരും ഭയങ്കര നല്ല വൈബുള്ള ആളുകളായിരുന്നു. ഭയങ്കര നമ്മൾ ഇപ്പോൾ ഒരാഴ്ച വീക്കെൻഡിലാണല്ലോ ഷോ, ശനി ഞായർ ഷോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 ദിവസം ഷോ ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങളാണ്. മഞ്ജുവിൻ്റെ ഇപ്പം ഞാൻ അടുത്ത് കഴിഞ്ഞ കുവൈറ്റിൽ മഞ്ജുവിൻ്റെ ഷോ ചെയ്തു. മഞ്ജു നല്ല ആർട്ടിസ്റ്റാണ്. ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഡാൻസ് മഞ്ജു അസാധ്യ ഡാൻസറാണ്. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പെർഫോമൻസിനുള്ള സമയവും ഇല്ല അവർക്ക്. അതിൻ്റെ ആയിരിക്കും. ഈ ഡാൻസൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും പ്രാക്ടീസും ഒക്കെ വേണമല്ലോ. അപ്പം അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു മഞ്ജു ഒന്നും അത് ചെയ്യാത്തത്. പിന്നെ പാട്ട് പാടാൻ കഴിവുള്ളവരൊക്കെ ഒരുപാട് പേര് ഇത്തരം ഷോസിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. പിന്നെ സത്യത്തിൽ അവരെയൊക്കെ കണ്ടാൽ അവരുടെ ഒരു സ്പീച്ച് മാത്രം മതി. മഞ്ജുവൊക്കെ നന്നായിട്ട് സംസാരിക്കും. വളരെ ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റിയാണ്. മഞ്ജുവൊക്കെ ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റിയാണ്. അതൊക്കെ നല്ല അനുഭവങ്ങളാണ് മഞ്ജുവിൻ്റെയൊക്കെ ഷോ ചെയ്യാൻ പറ്റുന്നത്. ചേട്ടാ, ഷാരൂഖ് ഖാൻ പങ്കെടുത്ത ഒരു വലിയ ഷോ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഈ പറഞ്ഞ പോലെ ഈ ഷാരൂഖ് നമ്മൾ ഈ സ്ക്രീനിലൊക്കെ അല്ലേ അധികം കണ്ടിട്ടുള്ളൂ. റവീസിൻ്റെ കൊല്ലത്തുള്ള ഹോട്ടലിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവൻ്റ്. നമ്മളൊരാഴ്ച മുമ്പേ നമ്മൾ ആദ്യം സ്ഥലമൊക്കെ പോയി കണ്ട്, രാജീവേട്ടനാണ്. അപ്പം ഒരാഴ്ച മുമ്പേ നമ്മൾ പോകും. പിന്നെ ഈ ഷാരൂഖ് ഖാൻ ആയതുകൊണ്ട് ഇവരുടെ റിഹേഴ്സലൊക്കെ ഉണ്ട്. ബോളിവുഡിലൊരു നടൻ ഇവിടുത്തെ അതിനുശേഷമാണ് ഇവിടെ ബൗൺസേഴ്സൊക്കെ ആയത്. ഇത് കുറേ കാലം മുമ്പുള്ള സംഭവമാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു 10-18 പേര് ബോംബെയിൽ നിന്ന് വന്നിരിക്കുക. ബോംബെയിൽ നിന്നാണ്. എല്ലാവർക്കും 6 അടി 6.5 അടി ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുക. റിഹേഴ്സലിന് വന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മാനേജർ ഇവിടെ വന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഇതൊക്കെ എങ്ങനെ യാത്ര ചെയ്യുന്നു, എത്ര സമയത്തിൽ കൊല്ലത്തെത്തും, കൊല്ലത്ത് വന്നാൽ അവിടെ നിന്ന് എങ്ങനെയാണ് റവീസിൽ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഉള്ള റിഹേഴ്സൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് രസമുള്ള ഷോ ആയിരുന്നു. ഭയങ്കര ഷോ ആയിരുന്നു കേട്ടോ. അത് പ്രിയൻ ചേട്ടനൊക്കെ ഉണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണം. അത് നേരത്തെ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ റവീസുമായിട്ടുള്ള കോൺട്രാക്റ്റിലില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ വേറെ കോട്ടൊക്കെ വേണം.
അപ്പോൾ വേറൊരു ബഡ്ജറ്റ് വരും. പിന്നെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് അവിടെ നിന്ന് വേറെ ഒരാൾ വരും ബോംബെയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ പിന്നെ അറേഞ്ച് ചെയ്തതാണ്. അത് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. കൊല്ലത്ത് വലിയൊരു പബ്ലിക് ഇവൻറ്റ് സംഘടിപ്പിച്ചിട്ടാണ്, ആശ്രമ മൈതാനത്ത് ഒരു വലിയ ഇവൻറ്റ് സംഘടിപ്പിച്ചിട്ട് ലാൽ സാറും ഇദ്ദേഹം കൂടെ അവിടെ വന്ന് ആളുകളെ അഭിസംബോധന ചെയ്തിട്ടാണ് ഇദ്ദേഹം റാവീസിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ ആ ക്രൗഡ് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ, ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ അവിടെ നിന്ന് ബോട്ട് വഴിയാണ് അവിടെ എത്തിച്ചത്. റൂട്ടൊന്ന് മാറ്റി, കാര്യം ഭയങ്കര ജനമായിരുന്നു അവിടെ ഇദ്ദേഹം വരുന്നത് കാണാനായിട്ട്. രസമുള്ളൊരു സംഭവമായിരുന്നു. ചേട്ടാ, ഈ തിരക്കുള്ള ഈ യാത്രയിൽ കുടുംബത്തിൽ മോൻ പാടുമെന്ന് എനിക്കറിയാം, മോൻ്റെ റീൽസൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബം എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു? സപ്പോർട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ, പക്ഷേ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. ഒരു മോനുമാണ് എനിക്ക്. രണ്ടുപേരെയും സംഗീതമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ നന്നായിട്ട് പാടും. നമ്മുടെ കുട്ടികളായതുകൊണ്ട് അവർക്ക് ഇപ്പോഴത്തെ മ്യൂസിക്കും പഴയ മ്യൂസിക്കിനോടും താല്പര്യമുണ്ട്. അപ്പോൾ അവൻ ബാബുരാജിൻ്റെയൊക്കെ പാട്ടുകൾ എല്ലാം കേൾക്കും മോൻ. പിന്നെ ഇത് പ്രൊഫഷനാക്കണോ എന്നൊക്കെ ഉള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. മോളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, അവൾ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. അതൊക്കെ ശ്രുതി എന്നല്ല, മോൻ്റെ പേര് ആദിത്യ അശോക്. അവൻ ഇപ്പോൾ ജേർണലിസം സെക്കൻഡ് ഇയറാണ്. മോള് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് കഴിഞ്ഞു, ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ 2 കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്. രണ്ടുപേർക്കും പാട്ടുണ്ട്. പാട്ടാണ് വീട്ടിൽ. എൻ്റെ വൈഫ് ഭയങ്കര ഒരു സംഗീതത്തിൻ്റെ ഒരു ആരാധികയാണ്. അപ്പം ഞാൻ ഈ ലിസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പാട്ടുകളുടെ പേര് പറഞ്ഞു കൊടുത്താൽ പടം, ഇയറൊക്കെ അപ്പം തന്നെ എല്ലാം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്നെക്കാട്ടിൽ ഭയങ്കര ഓർമ്മയാണ്. അപ്പോൾ സംഗീതത്തെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഫാമിലിയാണ് എൻ്റേത്. അത് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. പിന്നെ ബീന എന്നാണ് എൻ്റെ വൈഫിൻ്റെ പേര്, ബീന എസ്ദാസ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം 2ാമത്തെ ദിവസം, അന്ന് ഈ ലാൻഡ് ഫോണുള്ള സമയമാണ്, ഒരു ഫോൺ വന്നിട്ട് അന്തം വിട്ടിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ രവീന്ദ്ര മാഷ് വീട്ടിൽ വിളിച്ചിരിക്കുക. ബീനയാണ് ഫോൺ എടുത്തത്. അതെ, ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൗണ്ട്, ഇത് എന്തോ കേട്ട് പരിചയമുള്ള സൗണ്ട്. ഞാൻ രവീന്ദ്രനാണെന്ന് പറഞ്ഞത്. രവീന്ദ്ര മാഷ് ഭയങ്കര ഫാനാണ് ബീന. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം കഴിയുമ്പോഴാണല്ലോ എല്ലാവരുമായിട്ട് ഇടപെടാനൊക്കെ ഉള്ള. ബീനയ്ക്ക് അങ്ങനെ പരിചയമുള്ളൊരു ഫാമിലി നല്ല വരുന്നത്, സംഗീതമായിട്ട് പരിചയമുള്ളൊരു ഫാമിലി നല്ല വരുന്നത്. പക്ഷേ ബീനയുടെ സ്ഥലവും ചെറിയങ്കിഴാണ്. പക്ഷേ ഞങ്ങൾ അതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ പരിചയമൊന്നുമില്ല. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, പക്ഷെ ഭയങ്കര സപ്പോർട്ടീവാണ്. ചേച്ചിയുടെ ഇതൊക്കെ കാണാറുണ്ട്, ഫോട്ടോയിൽ കാണാറ്. ഫാമിലി ഭയങ്കര സപ്പോർട്ടീവാണ്. ചേട്ടാ, അതുപോലെ SPBയുമായി ഭയങ്കര അടുപ്പമുണ്ട്, ഒരുപാട് ഷോകളും ചെയ്തിട്ടുണ്ട്. SPBയുടെ ആയിട്ടുള്ള അനുഭവങ്ങളും SPBയുടെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ 2 വരിയും നമുക്ക് വേണ്ടി. ബാലസാറുമായിട്ട് നല്ല അടുപ്പമാണ്. ബാലസാറിൻ്റെ കുറേ ഷോസ് ഞാൻ ഇന്ത്യക്ക് പുറത്തുമൊക്കെ ചെയ്തിട്ടുണ്ട്. സാറിന് ഈ ശബരിമലയിൽ അയ്യപ്പൻ്റെ അവാർഡ് കിട്ടിയ സമയത്ത്, അപ്പോൾ അവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ അശോക് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, അദ്ദേഹത്തിനെ കൂടെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ബാലസാറിനെ വിളിച്ചപ്പോൾ ബാലസാർ പറഞ്ഞു ഇങ്ങനെ ഒരു അവാർഡുണ്ട്, അപ്പോൾ അവിടെ 2 പാട്ടുമൊക്കെ പാടേണ്ടി വരും, വരണം, ഒരു കീബോർഡും വേണം. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ അവിടെയാണ് ഈ സാറിൻ്റെ ഈ ഇതിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നില്ല, ഡോലിയിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഒരു വിധത്തിൽ ഞാനുണ്ട് അവിടെ. ഞാൻ നേരത്തെ പോയി, ഒരു ദിവസം നേരത്തെ പോയി. സാറ് അടുത്ത ദിവസമാണ് വന്നത്. ഈ ഡോളിയിൽ ചുമന്നുകൊണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. ഈ 4 ആളുകളല്ലേ, അപ്പോൾ ഈ മനുഷ്യരെയൊക്കെ ആ ലെവലിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഭയങ്കര ഒരു ഹ്യൂമൻ ബീയിങ് ആണ് അദ്ദേഹം. ഭയങ്കര ഡൗൺ ടു എർത്താണ് അദ്ദേഹം സംസാരിക്കുന്നതേ. എന്ത് പറഞ്ഞാലും ഒരു നോ പറയുന്നത് പോലും നമ്മൾ കേട്ട് പഠിക്കേണ്ട ഒരാൾ ഇദ്ദേഹമാണ്. അത്ര റെസ്പെക്റ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ അടുത്ത് അത്രയും റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ആ നോ പറയുക. നമ്മളതൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. അവസാനം എന്ത് ചെയ്ത്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ 4 പേരുടെയും കാല് തൊട്ട് എഴുതിട്ടാണ് ഇദ്ദേഹം ഇതിൻ്റെ മുകളിൽ കയറിയത്. അത് ഭയങ്കര വൈറലായിരുന്നു, ചുവന്നോട്ട് പോകുന്നതാണ് വൈറലായത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് അത് വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. അത് അവരുടെ ആ മനുഷ്യരുടെ കാല് തൊട്ട് എഴുതിട്ടാണ് അദ്ദേഹം അതിൻ്റെ മുകളിൽ കയറിയത്.
അത് വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഷോസിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഒരു SPB എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ, പകരം ആളില്ലാത്ത ഒരാളാണ്. ഞാനെപ്പോഴും ഈ ലിസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഈ ഇളയനില എന്ന് പറഞ്ഞ പാട്ടില്ലേ, ഇവിടെ ഇപ്പോഴും എവിടെ പാടിയാലും ഈ ഇളയനില എന്ന് പറയുമ്പോൾ തന്നെ കയ്യടിയാണ്. അപ്പോൾ സാറ് ഇത് സമ്മതിക്കില്ല, സാറിത് പാടി പാടി പാടി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് ആളുകൾ ചോദിക്കാൻ സാധ്യത, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ലിസ്റ്റ് ഞാൻ അയച്ചു കൊടുക്കുക. ഈ ചില ലിസ്റ്റ് നീ പോട്ട് അനുപ്പിക്കുക എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ലിസ്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ ഇളയനില പറയുമ്പോഴത്തേക്ക് സാറ് പറയും അത് വേണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, സാർ ഇത് ആവശ്യപ്പെടും, ഈ പാട്ട് എപ്പോഴും അത്രയും പോപ്പുലർ സോങ്ങാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. നിറയെ ആയിരക്കണക്കിന് പാട്ടുണ്ട്. എന്നാലും ഇളയനില പൊഴിகிறதே இதயம் வரை നനയിറതേ ഉലാ പോകും മേഘം കലക്കാനുമേ നിലാക്കാനുമേ വാനവേ ഇളയനില. നമുക്ക് തോന്നുന്നു കോവിഡിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നഷ്ടമാണ്, ഭയങ്കര നഷ്ടമാണ്. അദ്ദേഹം ഇതുപോലെ ഈ കലാകാരന്മാരെ സഹായിക്കാനായിട്ടൊരു ഓൺലൈൻ പരിപാടി പങ്കെടുക്കാൻ പോയിട്ടാണ് ഇദ്ദേഹത്തിന് ഇത് വന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹം അത്ര സീരിയസ് ആയിട്ട് അത് എടുത്തിട്ടുണ്ടാവില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന വലിയൊരു നഷ്ടമാണ് ബാലസാറിൻ്റെ വിയോഗം എന്ന് പറയുന്നത്. ചേട്ടാ, ഒരു കാലഘട്ടമുണ്ട്, ജോൺസൺ വരെയുള്ള രവീന്ദ്ര മാഷ് വരെയൊക്കെ ഉള്ളൊരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞ് വന്ന കമ്പോസേഴ്സ് കുറേ ആൾക്കാരുണ്ട്. അവരിലെടുത്ത് പറയാൻ പറ്റുന്ന ഞാൻ മോഹൻ സിതാരയുടെ കൂടെ കുറേ വർക്കിന് പ്ലേ ചെയ്തിട്ടുണ്ട്. കൂടുതലും റീറെക്കോർഡിങ്ങിന് പ്ലേ ചെയ്തിട്ടുള്ള, അന്ന് ഡ്രംസ് വായിക്കുന്ന സമയത്ത്. മോഹൻ സിതാരയുടെ കൂടെ അന്ന് ഞാൻ ഈ സിതാരയിൽ വായിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അപ്പോഴത്തേക്കും 1 മുതൽ 0 വരെയൊക്കെ ചെയ്തു കഴിഞ്ഞു, മ്യൂസിക് ഡയറക്ടറായി. അദ്ദേഹം ഇവിടെ തരങ്ങണിയിൽ വയലിൻ പഠിക്കാൻ ദാസേട്ടൻ്റെ ഇതിൽ വന്ന ആളാണ്. പിന്നെയാണ് സിതാരയിൽ പ്ലേ ചെയ്യുന്നത് മോഹൻ സിതാര. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരുപാട് റീറെക്കോർഡിങ്ങുകളിൽ മോഹൻ ചേട്ടൻ ആക്ച്വലി റീറെക്കോർഡിങ്ങുകൾ മദ്രാസിൽ നിന്ന് കുറേ പറിച്ച് ഇങ്ങോട്ട് കേരളത്തിലോട്ട് നട്ടതിൽ മെയിൻ ഒരാൾ മോഹൻ സിതാരയാണ്. നമ്മൾ ആ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് മദ്രാസിലായിരുന്നല്ലോ മൊത്തം. അതിനൊരു മെയിൻ കാരണം കോസ്റ്റ് കുറവാണ്. മ്യൂസിഷ്യൻസിൻ്റെ റെമ്യൂണറേഷൻ അവിടെ മദ്രാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരുന്നു കേരളത്തിൽ. അപ്പോൾ അങ്ങനെയാണ് പല പടങ്ങളും ഇങ്ങോട്ട് വരികയും. ഞാൻ അവസാനം ചെയ്തത് മമ്മൂട്ടിയും, ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, മമ്മൂട്ടിയും നമ്മുടെ മുരളിയൊക്കെ അഭിനയിച്ചൊരു പടം ആയിരുന്നു അവസാനം റീറെക്കോർഡിങ് ഞാൻ പ്ലേ ചെയ്തത്. അതൊക്കെ മോഹൻ ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പടങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. റീറെക്കോർഡിങ്ങാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. മോഹൻ സിതാര അസാധ്യമായിട്ടൊരു നല്ല ഒരു കമ്പോസറാണ്. ശരത്ത് രാജകുമാറിൻ്റെ രാജുവേട്ടൻ്റെ പടങ്ങളെല്ലാം ശരത്ത് ഒരു അസാധ്യ കമ്പോസറാണ്. കാര്യം കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല പാട്ടുകളും വർഷങ്ങൾക്ക് ശേഷം ഹിറ്റായി, ഇപ്പോഴും ഹിറ്റായി. ഇപ്പം തന്നെ മറ്റേ ആ ഒരു 13 മിനിറ്റുള്ളൊരു സോങ് ഇല്ലേ, എന്തൊരു സോങ്ങാണത്. അതൊരാളിന് വേറൊരാളിന് കമ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശരത്തുമായിട്ട് നമ്മൾ ഈ അൺപ്ലഗ്ഡിൻ്റെ അർത്ഥം പ്ലഗ് ചെയ്യാത്ത മ്യൂസിക് എന്നാണ്. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ, ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ പുതിയ ഓർക്കസ്ട്രേഷൻ വെച്ചിട്ടുള്ളൊരു മ്യൂസിക്. ഞങ്ങൾ ദുബായിലൊരു ഷോ ചെയ്തിരുന്നു. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ റീമിക്സ് ഷോ അതായിരുന്നിരിക്കണം. പിന്നെയാണ് ആ ട്രെൻഡൊക്കെ പിന്നെ വന്നത്. ഇപ്പോൾ കേൾക്കുന്ന സാധാരണ പാട്ടുകൾ പുതിയ ഓർക്കസ്ട്രേഷനിലൊക്കെ കേട്ടു തുടങ്ങിയില്ലേ, ബാൻഡുകളൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷേ എൻ്റെ ഓർമ്മയിൽ അതാണ് ആദ്യത്തെ ഷോ. അത് ശരത്ത കമ്പോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പേ ഇവിടെ കൂടി പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത്, പാട്ട് പാടുന്നതൊക്കെ വലിയ ആളുകളാണ്. ചിത്ര ചേച്ചി അങ്ങനെയുള്ള ആളുകളാണ് ഈ റീമിക്സ് സാധനങ്ങൾ പാടിയെന്ന് ഓർക്കണം. പലരും കണ്ടിട്ടുണ്ടാവില്ല. ചിത്ര ചേച്ചി അങ്ങനെ പാടുമോ, പാടിയിട്ടുണ്ടോ എന്നൊക്കെ സംശയമുള്ളതുകൊണ്ടാണ് ഞാനത് ഇത് പറയുന്നത്. ചിത്ര ചേച്ചിയൊക്കെയാണ് അന്ന് അത് പാടിയത്. പഴയ പാട്ടുകളും ഒക്കെയാണ് എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ അത് വേറൊരു തരം മ്യൂസിക് ഇദ്ദേഹമാണ് കമ്പോസ് ചെയ്തതെല്ലാം. ശരത്ത് അസാധ്യ ഷോസ് ആയിരുന്നു അത് കേട്ടോ, അസാധ്യ ഷോ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ. ഞാൻ എപ്പോഴും ഇത് പറയും, ഇപ്പോഴത്തെ റീമിക്സ് ഒക്കെ തുടക്കം ഈ ദുബായ് ഷോയാണ്. ശരത്ത് ചെയ്തതുകൊണ്ട് അസാധ്യമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ
ഓഡിയോ അന്ന് അവിടെ റെക്കോർഡ് ചെയ്ത പരിപാടി റെക്കോർഡ് ചെയ്ത ഓഡിയോ ഇരിപ്പുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ സാധാരണ കാസറ്റാണ് അത്, കാസറ്റുള്ള സമയത്താണെന്ന് ആലോചിക്കണം, കാസറ്റാണ്, അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളികളെ സംഗതികൾ എന്തെന്ന് പഠിപ്പിച്ച മനുഷ്യനാണ്, ആളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന മ്യൂസിക് ചെയ്തിരുന്ന ആളാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ടാലൻറ്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ ശരത്തിന് പറയാം. അസാധ്യ ടാലൻ്റാണ് പുള്ളിക്ക്. പുള്ളി കമ്പോസ് ചെയ്ത് എൻ്റെ ഒരു ഹാർമോണിയം ഉണ്ട്, അതിലാണ് രാജീവേട്ടൻ്റെ 2 പടം കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനും ഉണ്ട്. അത് ഇവിടെ ഇരുന്ന് കമ്പോസ് ചെയ്ത് രാജീവേട്ടനൊക്കെ ഇപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോഴത്തെ ഒരു രീതി മാറിയല്ലോ. ഇപ്പം റജിയാണ് ഡയറക്ടറിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ പിന്നെ ഡെമോ ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. രാജീവേട്ടനൊക്കെ പഴയ രീതി തന്നെ, രാജീവേട്ടൻ ഇരുന്ന് തന്നെ കമ്പോസ് ചെയ്യണം, കൂടെ ഇരുന്ന് തന്നെ. പുള്ളിക്ക് തൃപ്തിയാവുന്ന വരെ പുള്ളി അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ സമയക്കുറവ് ഇപ്പോൾ ശരത്തിനുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വേറെ പലരുമൊക്കെ അത് ചെയ്തിരുന്നത്. ശരത്ത് അസാധ്യ കമ്പോസറാണ്. ഒരു ഷോ നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ഷോ എത്രത്തോളം വിജയമാകുന്നു എന്നത് ഒരു ഷോ ഡയറക്ടറുടെ കൂടെ കഴിവാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ഇത്രയും നേരം അശോകൻ ചേട്ടൻ നമുക്ക് പങ്കിട്ട് തന്നത്. അതിന് 1000 നന്ദി. റജി, നമ്മുടെ സൗഹൃദം നമ്മുടെ അനുഭവങ്ങൾ മാത്രമാണ്, എല്ലാത്തിനും സന്തോഷം. നന്ദി.